നിർദ്ദേശങ്ങൾ കൂടി സഹായകരമായിരിക്കും. കേരളത്തിലെ ചരിത്രത്തിൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരോടൊപ്പം ഈ നിലയിലുള്ള സന്ദർശനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യമായിട്ടായിരിക്കും എന്നുള്ള കാര്യം ഞാനിവിടെ ഒന്നുകൂടി ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് നിരവധി പ്രശ്നങ്ങൾക്ക് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം മറുപടി പറയുന്നതിന് വേണ്ടി തയ്യാറായി. 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കേരളം ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അത്തരം അവസ്ഥ തരണം ചെയ്യുന്നതിനായി സഹായിക്കേണ്ട കേന്ദ്രവും ന്യായമായ പ്രശ്നങ്ങളിൽ സഹകരിക്കേണ്ട പ്രതിപക്ഷവും ശത്രുതാ മനോഭാവത്തോടുകൂടിയാണ് ഈ ഗവൺമെന്റിനോട് പെരുമാറിയത്. എന്നാൽ ഭരണരംഗത്ത് ഇതുവരെ ഇല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രകടന പത്രിക 5 വർഷം കൊണ്ട് നടപ്പിലാക്കുന്ന ഒരു രൂപരേഖ തയ്യാറാക്കി എന്നുള്ളതാണ്. ഓരോ വർഷവും ഓരോ വകുപ്പുകളുടെ പ്രോഗ്രസ് കാർഡ് പ്രഖ്യാപിച്ചത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമായിരുന്നു. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ പല പദ്ധതികളും ആരംഭിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. ഈ അവസരത്തിലാണ് നിപ്പ, ഓക്കി, കോവിഡ്, പ്രളയം തുടങ്ങിയ കേരളത്തിന്റെ ദൈനംദിന ജീവിതത്തെ സ്തംഭിപ്പിക്കുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. ഈ വല്ലാത്ത അവസ്ഥയിലും ജനങ്ങളെ ആകെ തന്നെ ഒന്നാകെ ചേർത്തുപിടിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്ന സമീപനമാണ് സ്വീകരിച്ചത്. കോവിഡ് കാലഘട്ടത്തിലാണെങ്കിൽ ലോകത്തെ സമ്പന്ന രാജ്യങ്ങൾ ഭീതിയോടുകൂടി അർച്ചുന്ന അവസരത്തിലും കേരളം മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ദുരന്ത കാലഘട്ടത്തിൽ കേരളത്തിന് നൽകിയ സഹായം കേന്ദ്ര ഗവൺമെന്റ് തിരിച്ചുപിടിക്കുന്ന ഏറ്റവും മനുഷ്യത്വരഹിതമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും നാം മനസ്സിലാക്കണം. അതിനോട് പ്രതികരിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. കേന്ദ്രത്തോട് ചേർന്ന് ഭരണസമ്പന്നം ഉണ്ടാക്കുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാടെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു ഗവൺമെന്റ് പദ്ധതി എന്നുള്ള നിലയിൽ 140 മണ്ഡലങ്ങളിലും എല്ലാ MLA-മാരും പങ്കെടുക്കേണ്ടതാണ്. ഇവിടെ റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായതുപോലെ തന്നെ പരമൂരിൽ പ്രതിപക്ഷ നേതാവ് അവിടെ അധ്യക്ഷനാവേണ്ടതാണ്. ഞങ്ങൾ 99 മണ്ഡലങ്ങളിൽ LDF അധ്യക്ഷം വഹിക്കുമ്പോൾ 41 മണ്ഡലങ്ങളിൽ UDF അധ്യക്ഷം വഹിക്കേണ്ടതാണ്. അവർക്ക് പറയുവാൻ കഴിയുന്ന കാര്യങ്ങൾ ഇവിടെ പറയുവാനുള്ള അവസരവും ലഭിക്കുന്നതാണ്. ഇത് രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിച്ചത് UDF ആണെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുന്നു. പ്രധാനപ്പെട്ട പദ്ധതികൾ ആ പദ്ധതികളെ ബഹിഷ്കരിക്കുവാൻ ആഹ്വാനം കൊടുക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഒരു നയമായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നു. ഉദാഹരണമായി കേരള സഭ ലോകത്തുള്ള എല്ലാ മലയാളികളെയും ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയുള്ള ലോക മലയാള സഭ, അതുപോലെ കേരയിൽ പദ്ധതി, ഹൈവേ വികസനം, അതുപോലെ മലയോര റോഡിന്റെ വികസനം, അങ്ങനെ നമ്മുടെ നാട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വികസനത്തെയും അത് തടസ്സം തെറ്റിയ സമീപനമാണ് ഈ പ്രതിപക്ഷം ഇവിടെ സ്വീകരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. കേരളത്തിലെ ഭാവി വികസനം ചർച്ച ചെയ്ത നവംബർ മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ തലസ്ഥാന നഗരിയിൽ സംഘടിപ്പിച്ച കേരളീയം പദ്ധതി അവർ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടി തയ്യാറായി. അത് കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നടത്തിയ പദ്ധതിയാണ്. 25 സെമിനാറുകൾ നടത്തി. ലോകത്തും ഇന്ത്യയിലും അറിയപ്പെടുന്ന ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പങ്കെടുത്തുകൊണ്ടുള്ള സെമിനാർ ഭാവി കേരളത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി സഹായിക്കുന്നതിന്റെ കാര്യത്തിൽ സംശയമില്ലായിരുന്നു. 4000-ഓളം പറഞ്ഞ കലാകാരന്മാർ പങ്കെടുത്തു. ഈ ഏറ്റവും നല്ല തിളക്കമാർന്ന ദേശീയ പത്രങ്ങൾ പോലും
പ്രശംസിച്ച പദ്ധതി അടക്കം ബഹിഷ്കരിക്കുന്ന സമീപനമാണ് ഈ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. MLA-മാർക്കും എല്ലാം പങ്കെടുക്കുന്നതിന് വേണ്ടി താല്പര്യമുണ്ട്. ഇത്രയും 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന പദ്ധതിയിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പങ്കെടുക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കേന്ദ്രം എല്ലാ കാര്യങ്ങളിലും കേരളത്തിന്റെ വികസനത്തെ ശ്വാസം മുട്ടിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അർഹമായ സഹായം പോലും നൽകുന്നില്ല. 57,400 കോടി രൂപയാണ് പല ഇനത്തിൽ നികുതി ഇനത്തിലും അതുപോലെ പല നിലയിലും ന്യായമായി തന്നെ കേരളത്തിൽ ലഭിക്കേണ്ട കാര്യം നൽകേണ്ടത്. എന്നിട്ടും അതൊന്നും നൽകാത്ത സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യം ഉണ്ടായിട്ട് പോലും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പല കാര്യങ്ങളിലും മാതൃക കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ദേശീയാടിസ്ഥാനത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന പലരും കേരളത്തിലെ ആരോഗ്യരംഗത്തെ സംബന്ധിച്ചിടത്തോളം, വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ചിടത്തോളം, ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള മോഡൽ എന്ന് പറയുന്നതിന് വേണ്ടി തയ്യാറാകുകയാണ്. കേരളത്തിന്റെ വരുമാനത്തിന്റെ 65% തനത് വരുമാനമാണ് നാം പ്രയോജനപ്പെടുത്തുന്നത്. അതിവിടെ പട്ടയത്തിന്റെ കാര്യം ബഹുമാനപ്പെട്ട രാജ്യമന്ത്രി ഇവിടെ സൂചിപ്പിക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 53 ലക്ഷം പേർക്കാണ് കേരളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. UDF-ന്റെ കാലഘട്ടത്തിൽ 600 രൂപയായിരുന്നത് 1200 രൂപ കൊടുക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ കേരളം മാത്രമാണ്. തൊഴിലാളികൾക്ക് മികച്ച കൂലി കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. 16 ക്ഷേമനിധി ബോർഡുകൾ നന്നായി തന്നെ പ്രവർത്തിക്കുന്നത് കേരളമാണ്. ദേശീയപാത 98% സ്ഥലവും ഏറ്റെടുത്തു കൊടുത്ത സംസ്ഥാനം. എതിർപ്പുണ്ടായിട്ട് പോലും ഈ ഗവൺമെന്റ് ആ വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും തയ്യാറായിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടാണ് കേരള സവാരി എന്നുള്ള നിലയിൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ സംസ്ഥാന സർക്കാർ മേഖലയിൽ ഒരു ഓൺലൈൻ ടാക്സി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കർമ്മചാരി പദ്ധതി എന്ന് പറഞ്ഞ് പഠനത്തോടൊപ്പം തൊഴിലും നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാമീണ തൊഴിലാളികളുടെ പ്രതിദിന വേതനത്തിൽ കേരളം 1-ാം സ്ഥാനത്താണ്. കാർഷികേതര നിർമ്മാണ മേഖലകളിൽ ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിലധികം കൂലി കൊടുക്കുന്ന സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ മേഖലകളിൽ മിനിമം വേതനം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ്. 84 തൊഴിൽ മേഖലകളിൽ കേരളം മിനിമം വേതനം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി തയ്യാറായി. പരമ്പരാഗത മേഖലയിലെ മിനിമം വേതനം ഉറപ്പാക്കുവാൻ ഇൻകം സപ്പോർട്ട് സ്കീമിൽ ഈ സർക്കാർ ഇതുവരെ അനുവദിച്ചത് 106,40 ലക്ഷം രൂപയാണ്. തോട്ടത്തൊഴിലാളികളുടെ പെൻഷൻ പ്രായം 58 നിന്നും 60 ഉയർത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തോട്ടത്തൊഴിലാളികൾക്ക് പ്രത്യേക ഭവന പദ്ധതി നടപ്പിലാക്കുന്ന പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള കൃഷ്ണൻ നായർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അടഞ്ഞു കിടക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങളുടെ നിർമ്മാണ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. തോട്ടം മേഖലയിലെ പ്ലാന്റേഷൻ രംഗത്തു നിന്ന് കിട്ടുന്ന അസംസ്കൃത സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പുത്തൻ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നവീനമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 7 വർഷക്കാലം ഒരു സുവർണ കാലഘട്ടമാണ്. 5000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും സംസ്ഥാന ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇത് പല സ്കൂളുകളും 5 സ്റ്റാർ ഹോട്ടലിന്റെ മോഡലാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചില പത്രങ്ങൾ തമാശ രൂപയാണ് അവരത് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി. 10 കോടി രൂപയും 5 കോടി രൂപയും 3 കോടി രൂപയെല്ലാം മുടക്കി കിട്ടിയിട്ടുള്ള കെട്ടിടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ 5 സ്റ്റാർ ഹോട്ടൽ എന്ന് തന്നെയാണ് തോന്നുന്നത്. 2016 ഈ 1-ാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ 5.5 ലക്ഷം വിദ്യാർത്ഥികൾ ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. അവർക്ക് വേനൽക്കാലത്തും പഠിക്കാൻ നിവൃത്തിയില്ല. അതുപോലെ തന്നെ ഏത് കാലാവസ്ഥയിലും ഒരു കാലാവസ്ഥയിലും പഠിക്കാൻ കഴിയാത്ത വിദ്യാലയങ്ങളിലാണ് ഉണ്ടായിരുന്നത്. അന്ന് ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി
വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം പറഞ്ഞ ജനങ്ങളുടെയും കുട്ടികൾ പ്രീ പ്രൈമറി മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്നവരാണെന്നുള്ള വിവരം എനിക്കറിയാം. 47 ലക്ഷം വിദ്യാർത്ഥികൾ ഇന്ന് 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുകയാണ്. അവരുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചില വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു സംശയമുണ്ട്, ഇത് സ്വകാര്യ മേഖലയ്ക്ക് എതിരാണോ എന്ന്. എയ്ഡഡ് മേഖലയും ഗവൺമെന്റ് മേഖലയും, ഗവൺമെന്റിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന എയ്ഡഡ് മേഖലയും ഗവൺമെന്റ് മേഖലയും ചേർന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം. എയ്ഡഡ് മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾ ഞങ്ങളുടെ മക്കളാണ് എന്നുള്ള സമീപനം തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റിനുള്ളതെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം സുവർണ കാലഘട്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ 55,000-ഓളം വരുന്ന ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റി. അതുപോലെ അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പാഠപുസ്തകം കൃത്യമായി തന്നെ സ്കൂൾ തുറക്കുന്നതിന് 2 മാസങ്ങൾക്ക് മുമ്പ് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. യൂണിഫോം കുട്ടികൾക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. SSLC പരീക്ഷയും ഹയർ സെക്കൻഡറി പരീക്ഷയും കൃത്യമായി തന്നെ നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞു. ഒരു കാര്യം ഞങ്ങൾ ആലോചിക്കുകയാണ്, ഇടുക്കിയും വയനാടും അതുപോലെ ഉള്ള പിന്നോക്ക പ്രദേശങ്ങളിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം, ആ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലെ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തിന്റെ താല്പര്യമനുസരിച്ച് ഒരു പുനർക്രമീകരണം നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പരീക്ഷകൾ നടത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. SSLC പരീക്ഷയായിരുന്നാലും ഹയർ സെക്കൻഡറി പരീക്ഷയായിരുന്നാലും കൃത്യസമയത്ത് നടത്തി അതിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞങ്ങൾ കാണുകയാണ്. ഇവിടെ വിദ്യാഭ്യാസ രംഗത്താണല്ലോ ഏറ്റവും കൂടുതൽ അധ്യാപക നിയമനം നടന്നിരിക്കുന്നത്. ചില പത്രങ്ങൾ ബോധപൂർവം കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചില വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയാണ്. ഇവിടെ PSC നിയമനങ്ങളുടെ കാര്യം സൂചിപ്പിച്ചാൽ 2016-ൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ 2023 ഡിസംബർ മാസം 12 വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ആകെ PSC മുഖാന്തരം 33,707 നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് എന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാവുകയാണ്. ഇത് എത്ര പത്രങ്ങളും എത്ര മാധ്യമങ്ങളും ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി കഴിയും? 33,707 ഐക്യകേരള വിഭജനത്തിന് ശേഷം ഇത്രയധികം അധ്യാപകരെ നിയമിച്ച കാലഘട്ടം ഈ പിണറായി വിജയന്റെ കാലഘട്ടമാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെയൊക്കെ മക്കൾ പഠിക്കുന്ന വിദ്യാലയങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിൽ 28,224 അധ്യാപക നിയമനങ്ങൾ മാത്രമാണ്. ബാക്കി ഈ കാലയളവിൽ നടന്ന അനധ്യാപക നിയമനമുണ്ട്. അധ്യാപകർ മാത്രം ഉണ്ടെങ്കിൽ സ്കൂളുകൾ നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ലല്ലോ. ഈ കാലയളവിൽ നടന്ന അനധ്യാപക നിയമനം എന്ന് പറയുന്നത് 5,253 5,253. ഇത് പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അധ്യാപക നിയമനങ്ങൾ നടന്നിട്ടുള്ള സംസ്ഥാനം ഈ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന കേരളമാണ് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ ഓരോ വിഭാഗത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കാം. PSC നിയമനങ്ങളുടെ വിവരം ഇങ്ങനെയാണ്. ആകെ നിയമനങ്ങൾ 2016 മെയ് മാസം മുതൽ 2023 ഡിസംബർ മാസം 8 വരെ. ലോവർ പ്രൈമറി അധ്യാപക നിയമനം എന്ന് പറയുന്നത് 11,407. ലോവർ പ്രൈമറിയുടെ അധ്യാപക നിയമനം 11,707. അപ്പർ പ്രൈമറിയുടെ അധ്യാപക നിയമനം 7,676. ഞാനിതിവിടെ പറയാൻ വേണ്ടി കാരണം, കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ട് പത്രം എഴുതി അധ്യാപക നിയമനമൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പർ പ്രൈമറി അധ്യാപകർ 7,626. ഹൈസ്കൂൾ വിഭാഗം അധ്യാപകർ HST 6,323. ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകർ 2,355. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകർ 357. ആകെ 28,127
24 PSC നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്. 2016 മെയ് മാസം മുതൽ 2013 ഡിസംബർ മാസം 8 വരെ നടന്ന ആകെ അനധ്യാപക നിയമനങ്ങൾ എന്ന് പറയുന്നത് 5253 ആണെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആകെ നിയമനങ്ങൾ നേരത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഞങ്ങളുടെ അഭിമാനത്തോടുകൂടി പറയുന്നു, പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 2016 മുതൽ 33,377 പേരെ നിയമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നിലയിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ പാഠ്യപദ്ധതി പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ 10 വർഷത്തിന് ശേഷമാണ് പുതിയ പാഠപുസ്തകം തയ്യാറാക്കുന്നത്. ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടാണ് ആ പാഠപുസ്തകങ്ങളുടെ പാഠ്യപദ്ധതി തയ്യാറാക്കിയത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിദ്യാർത്ഥികൾ ഞങ്ങൾ പഠിക്കുന്ന പാഠപുസ്തകം എങ്ങനെയായിരിക്കണമെന്ന് സംബന്ധിച്ചവർ ചർച്ച ചെയ്തു, അധ്യാപകർ ചർച്ച ചെയ്തു, നാട്ടുകാർ ചർച്ച ചെയ്തു, കുടുംബശ്രീ ചർച്ച ചെയ്തു. അങ്ങനെ നമ്മൾ സമൂഹത്തിലെ സമസ്ത മേഖലയിലും ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങൾ പഠിക്കേണ്ട പാഠപുസ്തകം എങ്ങനെയായിരിക്കണമെന്നതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത കാലഘട്ടം ഈ പിണറായി വിജയന്റെ ഭരണകാലഘട്ടമാണെന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന ജൂൺ മാസത്തിൽ 1-ാം ക്ലാസ്, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പുതിയ പാഠപുസ്തകങ്ങൾ പുറത്തിറങ്ങുകയാണ്. സ്കൂൾ തുറക്കുന്നതിന് 2 ആഴ്ചയ്ക്ക് മുമ്പ് പുതിയ പാഠപുസ്തകങ്ങൾ കുട്ടികളുടെ കയ്യിൽ എത്തുമെന്നുള്ള കാര്യം ഇവിടെ പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ 2025 ജൂൺ മാസത്തിൽ 2, 4, 6, 8, 10 ക്ലാസ്സുകളിലെ പുതുക്കിയ പാഠപുസ്തകവും കൊണ്ടുവരുന്നതിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ പാഠ്യപദ്ധതി പരിഷ്കരണത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് അടക്കം ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഇന്നലെ തിരുവനന്തപുരത്ത് നടത്തിയ അഭിപ്രായം, പാഠ്യപദ്ധതി പരിഷ്കരണത്തെ സംബന്ധിച്ചിടത്തോളമുള്ള അഭിപ്രായം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാനത്ത് പാഠ്യപദ്ധതി പരിഷ്കാരങ്ങളുടെ ഭാഗമായി പുതുക്കുന്ന നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ആധുനിക കാലത്തിന്റെ എല്ലാ വെല്ലുവിളികളെയും നേരിടുവാൻ ആവശ്യമായ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഈ സദസ്സിനെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുക. ആ പാഠപുസ്തകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം അടർത്തി അത് വിവാദം ഉണ്ടാക്കല്. നമ്മൾ എല്ലാ നിലയിലും ചർച്ച ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള പാഠപുസ്തകമാണ്. നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ട പാഠപുസ്തകമാണ്. ഏതെങ്കിലും ഒരു വാക്ക് മാത്രം എടുത്ത് അതിലൊരു ചർച്ച ചെയ്യുന്നത് ഗുണകരമായിരിക്കില്ല എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ശാസ്ത്രബോധം വളർത്തുവാനുള്ള പാഠങ്ങൾ. ശാസ്ത്രബോധം വളർത്തുവാനുള്ള പാഠങ്ങൾ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ അതൊരു നിരീശ്വരവാദം എന്നുള്ള നിലയിൽ വ്യാഖ്യാനിക്കരുതെന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ അർത്ഥം. 2, മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ളതാണ്. ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇന്നലെ നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ട്. കുട്ടികളുടെ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചിടത്തുള്ള കാര്യങ്ങൾ പാഠപുസ്തകത്തിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം എന്ന ചീഫ് ജസ്റ്റിസിന്റെ അഭിപ്രായം ഞാൻ സ്വാഗതം ചെയ്യുകയും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ അറിയിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ സംസ്ഥാനം നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്നാണല്ലോ മാലിന്യ നിർമ്മാർജ്ജനം. ഇതേ സംബന്ധിച്ച പ്രശ്നവും കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ ക്ലാസ് മുതൽ ആ ഭാഗം പഠിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കുട്ടികളുടെ അവകാശങ്ങൾ, പ്രധാനമായി പോക്സോ നിയമങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ലൈംഗിക വിദ്യാഭ്യാസം അത് ന്യായമായി പഠിപ്പിക്കേണ്ട നിലയിൽ കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാവുന്ന നിലയിൽ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാലാവസ്ഥ വ്യതിയാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ആഗോള താപനിലയും ഒക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കാലാവസ്ഥ വ്യതിയാനത്തെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കുന്നുണ്ട്. റോഡ് സുരക്ഷാ നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കുന്നുണ്ട്. തൊഴിലിനോട് നമ്മുടെ കുട്ടികൾക്ക് പോസിറ്റീവായിട്ടുള്ള മനോഭാവം വളർത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പുസ്തകങ്ങൾ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ആരോഗ്യ കായിക വിദ്യാഭ്യാസമാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതെല്ലാം പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഈ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഒന്നും
നല്ല കാര്യങ്ങളൊന്നും കാണുന്നതിന് വേണ്ടി കേരളത്തിന്റെ പ്രതിപക്ഷവും BJPയും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ നോക്കൂ, ഈ കേരള യാത്ര നവംബർ മാസം 18 തീയതി തുടങ്ങിയത് മുതൽ കേരളത്തിന്റെ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തിയിട്ടാണ്. ഈ നവകേരള യാത്ര കേരളത്തിലെ പ്രതിപക്ഷത്തിനെതിരായി ഒന്നും പറഞ്ഞു തുടങ്ങിയിട്ടില്ല. 140 MLA-മാരും പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന യോഗങ്ങളിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയാനുള്ള വേദി ആയി മാറൂലല്ലോ. കേരളത്തിന്റെ വികസനത്തെപ്പറ്റി മാത്രമാണല്ലോ ചർച്ച ചെയ്യുന്നത്. അവർ എല്ലാ കാര്യങ്ങളും ബഹിഷ്കരിക്കുന്ന പോലെ ഇക്കാര്യം ബഹിഷ്കരിക്കുന്നതിന് വേണ്ടി തയ്യാറായി. അവര് ഇവിടെ ആദ്യം തന്നെ ചെയ്ത കാര്യം എന്താണ്? നവകേരള യാത്ര പതിവ് പോലെ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടി തയ്യാറായി. ഇത് ബഹിഷ്കരിക്കുന്നതിന് വേണ്ടി തയ്യാറായ മാത്രമല്ല, നവകേരള സദസ്സിന്റെ വിജയം കോൺഗ്രസുകാരുടെ മനോനില തെറ്റിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുന്നത്. ഈ ബഹിഷ്കരണ ആഹ്വാനം കേരളത്തിലെ നവകേരള യാത്ര ബഹിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള UDF-ന്റെ ബഹിഷ്കരണ ആഹ്വാനം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ആയിരങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഇടുക്കിയിൽ ഇവിടെ ചേരുന്ന ഈ മഹാസമ്മേളനം എന്ന കാര്യം ഞാനത് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ഇതിനെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ആദ്യം ചെയ്ത കാര്യം, കാസർഗോഡ് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ വാഹനത്തിന്റെ മുന്നിൽ ചാടുന്നതിന് വേണ്ടി തയ്യാറായി. കരിങ്കൊടി കാണിച്ചുകൊണ്ട് വാഹനത്തിന്റെ മുന്നിൽ ചാടി ഒരു അപകടമുണ്ടാക്കി ഈ നവകേരള യാത്രയെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തി. എന്നാൽ നാട്ടുകാരുടെയും പോലീസിന്റെയും സമയത്തിന്റെ ഇടപെടൽ കാരണം മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ബസ്സിന് നേരെയുള്ള കല്ലേറാണ് ആരംഭിച്ചത്. പ്രത്യേകം പരിശീലനം നേടിയ ചാവേർ സ്ക്വാഡുകളെ നവകേരള സദസ്സിനെ ലക്ഷ്യമാക്കി VD സതീശൻ നേരിട്ട് ഇടപെട്ട് അയക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പരവൂരിലെ നവകേരള സദസ്സിന് ശേഷം പ്രതിപക്ഷ നേതാവിന്റെ സമനില തെറ്റി പിച്ചിമ്പയും പറയുന്ന ഒരു നേതാവായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് വൃത്തികെട്ട ആക്ഷേപങ്ങൾ പറയുന്നത്? ഇത് അശ്ലീല സദസ്സാണ്. കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി കേരളത്തിന്റെ എല്ലാ ആബാലവൃത്ത ജനങ്ങൾക്കും രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഉള്ളവർക്കെല്ലാം പിണറായി വിജയന്റെ ചരിത്രവും പിണറായി വിജയന്റെ പ്രവർത്തന പാരമ്പര്യവും അങ്ങനെയുള്ള ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് രണ്ടാമത് മുഖ്യമന്ത്രിയായ കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്രിമിനൽ എന്ന് വിളിക്കുവാനുള്ള മനോനിലയുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ഒന്ന് ഗൗരവമായി പരിശോധിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും തന്നെ ഇല്ല. ഇപ്പൊ പരവൂരില് 10,000 പങ്കെടുത്തതിന് ആക്ഷേപിച്ചിരിക്കുക, സ്ത്രീകളാകത്തിന് ആക്ഷേപിച്ചിരിക്കുക, അംഗനവാടി, അതുപോലെ തന്നെ ആശ, അധ്യാപകർ, ആരോഗ്യ പ്രവർത്തകർ, തൊഴിലുറപ്പ് പദ്ധതി, ഇതിലൊക്കെ പരമാവധി ഭൂരിപക്ഷം സ്ത്രീകളാണ്. അവരെയൊക്കെ തന്നെ ആക്ഷേപിക്കുന്ന സമീപനമാണ് ഈ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിരിക്കുന്നത്. എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ ആക്ഷേപ പ്രഖ്യാപനം അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയണം എന്നുള്ളതാണ്. കേരളത്തിൽ ഒരു കലാപത്തിന് ആഹ്വാനം കൊടുക്കുന്ന സ്ഥിതിയാണ് പ്രതിപക്ഷ നേതാവെന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും അപായപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ്. ആ അപായപ്പെടുത്തുവാൻ ശേഷിയും കഴിവും പ്രത്യേക പരിശീലനം ലഭിച്ച ആൾക്കാരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നലെ ഉണ്ടായ സംഭവം അതാണ്. എങ്ങനെ ധൈര്യം വന്നു? കേരളത്തിലെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും അവർ ജനാധിപത്യപരമായി ഒരു ഗവൺമെന്റ് തീരുമാനപ്രകാരം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ വേണമെങ്കിൽ അവർക്ക് ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താം. പക്ഷേ പതിയിരുന്ന് തീവ്രവാദികൾ ചെയ്യുന്ന പോലുള്ള ആക്രമണം നടത്തിയാൽ മിസ്റ്റർ VD സതീശൻ ഇത് കേരളമാണ് എന്നുള്ള കാര്യം നല്ലവണ്ണം ഓർമ്മ വേണമെന്ന കാര്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ അക്രമ രാഷ്ട്രീയത്തോട് UDF-ലെ മറ്റ് ഘടകകക്ഷിയുടെ അഭിപ്രായം എന്താണെന്ന് അറിയുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ്, ഇതൊക്കെയാണെങ്കിലും ഈ നാടിന്റെ സമാധാനമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്തെല്ലാം കോലാഹലം പ്രതിപക്ഷം കാണിച്ചാലും സതീശന്റെ നേതൃത്വത്തിൽ കാണിച്ചാലും
സംയമനം പാലിക്കണമെന്നുള്ള ആഹ്വാനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഷൂസൂരി എറിഞ്ഞാൽ അത് തീക്കൊള്ളി കൊണ്ടുള്ള കളിയായിരിക്കും എന്ന് സതീശൻ ഓർമ്മിക്കുന്നത് നന്നായിരിക്കുമെന്ന കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നിലയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നന്നായി തന്നെ ജനങ്ങളുടെ മുന്നിൽ കേന്ദ്ര ഗവൺമെന്റ് സമീപനം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ടാക്കിയ നേട്ടങ്ങൾ, പ്രതിപക്ഷത്തിന്റെ സമീപനം, ഇത്തരം കാര്യങ്ങളും ഭാവി കേരളം എങ്ങനെയായിരിക്കണമെന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ എടുക്കുന്നതിന് വേണ്ടിയാണ് ചരിത്രം കുറിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി 140 മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഈ സന്ദർശനം നടത്തിയിരിക്കുന്നത്. ഇതിനോട് നല്ലവണ്ണം പ്രതികരിച്ച് സഹകരിച്ച കക്ഷിരാഷ്ട്രീയത്തിനതീതമായി പങ്കെടുത്ത എല്ലാവർക്കും സംസ്ഥാന ഗവൺമെന്റ് മന്ത്രിസഭയുടെ പേരിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഭൂനിയമ ഭേദഗതി കേരള നിയമസഭയിൽ അവതരിപ്പിച്ച് ഐക്യകണ്ഠേന പാസാക്കുന്നതിന് നേതൃത്വം നൽകുകയും പദ്ധതി മേഖലയിൽ സംയുക്ത സർവേക്ക് തുടക്കം കുറിക്കുകയും ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരാൻ പോകുന്ന ലോകമലയാളത്തിൻ്റെ അഭിമാനമായ കേരളത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി സഹ പിണറായി വിജയൻ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയും ഇതിനകം തന്നെ നമ്മളോട് സംസാരിക്കുകയും ചെയ്ത ഇടുക്കി ജില്ലയുടെ ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, നിങ്ങളോട് ഇതിനകം സംസാരിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി, ഇനി തുടർന്ന് സംസാരിക്കാൻ പോകുന്ന ബഹുമാന്യായ പട്ടികജാതി പട്ടികവർഗ സാമൂഹ്യക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി മനുഷ്യരെ സാക്ഷി നിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് കേരളത്തിൻ്റെ 8 ജില്ലകളിൽ പര്യടനം നടത്തിയതിന് ശേഷമാണ് ഇന്നലെ വൈകുന്നേരം തൊടുപുഴയിലൂടെ ഇടുക്കി ജില്ലയിലേക്ക് ഈ യാത്ര പ്രവേശിക്കുന്നത്. ലോക ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും പോകുന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വിപുലമായിട്ടുള്ളൊരു ആശയഗതിക്ക് നേതൃത്വം നൽകുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ ജനാധിപത്യ ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഒരു ഗവൺമെന്റിലെ മുഴുവൻ മന്ത്രിമാരും, അങ്ങനെ പറഞ്ഞാൽ പൂർണ്ണമായ ക്യാബിനറ്റ്, കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും നേരിട്ട് പോയി ജനങ്ങളോട് സംസാരിക്കാനും ജനങ്ങളുടെ ആശയാഭിലാഷങ്ങൾ ഏറ്റുവാങ്ങാനും തീരുമാനിക്കുന്ന ഈ മഹനീയമായ യാത്രയെ പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇതുവരെ ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല. ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് മാത്രമല്ല, ഒരു പരിധിയിലേറെ പ്രതിപക്ഷത്തെ MLA-മാർക്ക് പോലും മനസ്സിലായില്ല. പലരും സ്വകാര്യമായി പറഞ്ഞു, 10,000-കണക്കിന് തങ്ങളുടെ വോട്ടർമാരായ ജനങ്ങൾ കൂടുന്ന ഈ മഹാചടങ്ങിൽ അധ്യക്ഷത വഹിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയത് സ്ഥലത്തെ MLA-മാരാണ്. സാധാരണ നിലയിൽ റോഷി ഞങ്ങളുടെ ടീമിൻ്റെ ലീഡർമാരിൽ ഒരാളാണ്. പക്ഷേ ഇടുക്കിയിൽ വരുമ്പോൾ സ്ഥലത്തെ MLA എന്ന നിലയിൽ ഇതിൻ്റെ അധ്യക്ഷനായി MLA എന്ന നിലയിൽ റോഷി പ്രവർത്തിക്കും. ഇന്നലെ തൊടുപുഴയിൽ അങ്ങനെ പ്രവർത്തിക്കേണ്ടിയിരുന്നത് ആ മണ്ഡലത്തിൻ്റെ MLA ആയ PJ ജോസഫാണ്. അവിടെ മാത്രമല്ല, കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ 41 മണ്ഡലങ്ങളിൽ
ഈ മഹാസഭയുടെ അധ്യക്ഷന്മാരായി പ്രവർത്തിക്കേണ്ടത് സ്ഥലത്തെ MLA-മാരാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷം പറയുന്നു നവകേരള സദസ്സിന് ശേഷം ഇനി കുറ്റമാരോപിക്കാനുള്ളൊരു സദസ്സ് കൂടി വരാൻ പോകുന്നുണ്ട്. അഥവാ ഞങ്ങളെ വിചാരണ ചെയ്യാനുള്ള ഒരു സദസ്സ് കൂടി വരാൻ പോകുന്നുണ്ട്. ബഹുമാന്യരായ സന്യാസി സമൂഹം ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണിത്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്കെതിരെ ഒരു കുറ്റവിചാരണ നടത്താൻ ഇനി പ്രതിപക്ഷത്തിനൊരു മൈക്കും കുഴലും വാടകയ്ക്ക് എടുക്കേണ്ട കാര്യമുണ്ട്? ഇവിടെ നടത്താമല്ലോ. ഇത് അതിനു വേണ്ടി കൂടിയുള്ള സദസ്സാണ്. കേരളത്തിലെ ഭരണകൂടം എന്തുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ നവകേരള സദസ്സ് എന്ന ആശയത്തോടെ ജനങ്ങളുടെ മുമ്പിലേക്ക് വരാൻ തീരുമാനിച്ചു? കേരളത്തിൽ സാമൂഹികക്ഷേമ പെൻഷൻ 3 മാസക്കാലത്ത് കുടിശ്ശികയുള്ളപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ആഡംബര യാത്ര നടത്തേണ്ടതുണ്ടോ? ഇതാണ് പ്രതിപക്ഷം ആദ്യം മുതൽ ചോദിച്ച ചോദ്യം. ഏതാഡംബര യാത്ര? ഏതാനും മിനിറ്റുകൾക്കകം ഒരു വാഹനം ഇവിടേക്ക് വരും. ഞാനും റോഷിയും സജി ചെറിയാനും രാധാകൃഷ്ണേട്ടനും ശിവൻകുട്ടിച്ചേട്ടനും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ 36 ദിവസം സഞ്ചരിക്കുന്ന ഒരു വാഹനം. അത് ആഡംബര ബസ്സാണ് എന്നാണ് കേരളത്തിലെ പല മാധ്യമങ്ങളും പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. എന്തെല്ലാം പ്രഖ്യാപനങ്ങളായിരുന്നു! ആഡംബര ബസ്സിനകത്ത് നീന്തൽക്കുളം, ആഡംബര ബസ്സിന്റെ തലയ്ക്ക് മീതെ ഇറങ്ങാൻ പറ്റിയ ഹെലിപ്പാഡ്, ആഡംബര ബസ്സിനകത്ത് മുഖ്യമന്ത്രിക്ക് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരാനുള്ള ക്യാബിൻ. ആഡംബര ബസ്സിന്റെ വാതോരാത്ത വിവരണങ്ങൾ വിശദീകരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ബസ്സിന്റെ സൈഡ് അടിക്കുന്ന തൊഴിലാളികൾ പോലും അത്ഭുതപ്പെട്ടു. ഇങ്ങനെ ഒരു ബസ് ഉണ്ടാക്കാൻ പറ്റുമോ? ആഡംബര ബസ് ഏതാനും മിനിറ്റുകൾക്കകം ഇടുക്കിയിലേക്ക് വരും. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന 10,000-കണക്കിന് മനുഷ്യരോട് ഞങ്ങൾ പറയട്ടെ, ഏതു മാധ്യമങ്ങളെയും സാക്ഷി നിർത്തി നിങ്ങൾ ആഡംബര ബസ് എന്ന് വിളിച്ചാക്ഷേപിച്ച ആ ബസ്സിനകത്ത് കയറി നോക്കാൻ പ്രത്യേകമായ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പക്ഷേ ഇറങ്ങി വരുമ്പോൾ ആ നീന്തൽക്കുളത്തിലൊന്ന് കുളിച്ച് തലതോർത്തി പോരണം. ഇറങ്ങി വരുമ്പോൾ ആ ഹെലിപ്പാഡിന്റെ മുകളിലൊന്ന് കയറി നിന്ന് ഒരു കൊടി വീശണം. ചങ്കൂറ്റമുള്ളവരോട് തുറന്ന വേദിയിൽ വെച്ച് ഞങ്ങൾ സംവാദത്തിന് ക്ഷണിക്കുകയാണ്. കേരളത്തിലൊരു മണ്ഡലത്തിൽ 2 MLA ഉണ്ടാകുമോ? ഒരു മണ്ഡലത്തിൽ പ്രതിപക്ഷത്തിനൊരു MLA, പിന്നെ ഭരണപക്ഷത്തിനൊരു MLA, അങ്ങനെയുണ്ടോ? കേരളത്തിൽ ഒരു ഗവൺമെന്റേ ഉള്ളൂ. അതാര് കേരളം ഭരിച്ചാലും അത് ഈ കേരളത്തിന്റെ ഗവൺമെന്റാണ്. 3.5 കോടി വരുന്ന മലയാളിയെ നേർക്കാഴ്ചയോടെ നയിക്കേണ്ട ഈ ഗവൺമെന്റ് ഭരണപക്ഷത്തിൻ്റെത് മാത്രമല്ല, പ്രതിപക്ഷത്തിൻ്റെത് കൂടിയാണ്. കേരളത്തിലെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരു ഗവൺമെന്റ്. കേരളത്തിൽ 7.5 വർഷക്കാലമായി ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഓരോ വർഷവും കേരളത്തിലെ ഗവൺമെന്റ് പ്രകടന പത്രികയുടെ കൂട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആധികാരികമായി അഭിപ്രായം പറഞ്ഞു, സ്വയം കുറ്റവിചാരണ നടത്തി. ഞങ്ങളെ വിചാരണ നടത്തുന്ന കേരള ചരിത്രത്തിലെ ആദ്യത്തെ ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. എല്ലാ വർഷവും പ്രകടന പത്രികയ്ക്കനുസൃതമായി എന്ത് നടപടി സ്വീകരിച്ചു എന്ന് കേരളത്തിലെ ജനങ്ങളോട് പ്രഖ്യാപിക്കാൻ ചങ്കൂറ്റമുള്ള ഒരു ഗവൺമെന്റ്. 57,400 കോടി രൂപ കേരളത്തിന് തരാനുള്ള വിഹിതം തരാതിരിക്കുകയും കേരളത്തിന്റെ കടം മേടിക്കാനുള്ള അവകാശത്തെ പോലും പരസ്യമായി നിഷേധിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണഘടനാ വിരുദ്ധമായ നടപടിക്കെതിരെ ഞങ്ങൾ എവിടെ പോയി പരാതി പറയണം? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി ഈ വേദിയിൽ വന്ന് ഈ കസേരയിലിരുന്നാൽ കേരളത്തിന്റെ സമ്പൂർണ്ണ ക്യാബിനറ്റ് ഈ വേദിയിലുണ്ടാകും. കേരളത്തിൽ 21 പേർ, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 23 പേർ 3.5 കോടി വരുന്ന മലയാളിയുടെ യജമാനന്മാരാണ് എന്ന ധാരണയെ ഞങ്ങൾക്കില്ല. അഭിമാനത്തോടെ ആത്മനിർവൃതിയോടെ കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 21 പേരല്ല കേരളത്തിന്റെ യജമാനന്മാർ. കേരളത്തിന്റെ യജമാനന്മാർ ഞങ്ങളെ കേൾക്കാൻ കാത്തിരിക്കുന്ന ഈ മഹാജനക്കൂട്ടമാണ്. 3.5 കോടി വരുന്ന മലയാളിയാണ്. ആ യജമാനന്മാരുടെ മുമ്പിലേക്കാണ് കേരളത്തിന്റെ സമ്പൂർണമായ ക്യാബിനറ്റ് വരുന്നത്. നിങ്ങളോട് ചോദിക്കാൻ, നിങ്ങളുടെ അഭിപ്രായം അറിയാൻ, 2021 മാർച്ച് 20-ാം തീയതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു.
റോഷി അഗസ്റ്റൻ കഴിഞ്ഞ 4 വർഷക്കാലമായി ഈ മണ്ഡലത്തിലെ MLA ആണ്. പക്ഷേ ഞങ്ങൾ കന്നിക്കാരാണ് ഈ നിയമസഭയിൽ. ഈ വേദിയിൽ സഖാവ് കെ രാധാകൃഷ്ണൻ ഒഴികെ ഞങ്ങൾ ഇരിക്കുന്ന 3 മന്ത്രിമാരും കേരളത്തിലെ ക്യാബിനറ്റിലെ കന്നിക്കാരാണ്. മഹാഭൂരിപക്ഷം കന്നിക്കാർ ഉള്ള ഈ ക്യാബിനറ്റിൽ 2021 മാർച്ച് 20-ാം തീയതി ഈ സഭയിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു. എന്തായിരിക്കും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്? ആ ആശങ്കയ്ക്ക് ഒരേ ഒരു അജണ്ടയാണ് ഞങ്ങളുടെ മുമ്പിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടി. ആശങ്ക മറ്റൊന്നുമായിരുന്നില്ല. ആ ആശങ്ക ഞങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്ന അജണ്ട അതിദരിദ്രരായ കേരളത്തിലെ മനുഷ്യരെ കണ്ടെത്തണം എന്നായിരുന്നു. ഞങ്ങൾ സംശയത്തോടുകൂടി ചോദിച്ചു, അങ്ങനെ അതിദരിദ്രരായ മനുഷ്യർ ഈ സംസ്ഥാനത്തുണ്ടാകുന്നു? അതിദരിദ്രരായ മനുഷ്യരെ ആര് കണ്ടെത്തും? കേരളത്തിലെ പെൺപട്ടാളം 47 ലക്ഷം അണികളോടെ ലോകത്തിന്റെ മുമ്പിൽ കേരളം അവതരിപ്പിക്കുന്ന കേരളത്തിന്റെ പെൺപട്ടാളം കുടുംബശ്രീ അവരന്വേഷിക്കട്ടെ. കേരളത്തിൽ അതിദരിദ്രരെ കുറിച്ച് അവരന്വേഷിച്ചു. 64,006 കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. 64,006 കുടുംബങ്ങൾ കേരളത്തിലുണ്ട് എന്ന് മാത്രമല്ല, ആ കുടുംബങ്ങളെ കണ്ടെത്തുക മാത്രമായിരുന്നില്ല. ഒന്നാമത്തെ കേരളത്തിന്റെ വാർഷികത്തിന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ 2ാം ഗവൺമെന്റിന്റെ വാർഷികത്തിന് കേരളത്തിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി പറഞ്ഞു, 64,006 കുടുംബങ്ങൾ അതിദരിദ്രരായ ഈ കേരളത്തിൽ 2025 നവംബർ 1-ാം തീയതി കേരളത്തിന്റെ തലയ്ക്ക് മീതെ പിറക്കാൻ പോകുന്ന സൂര്യൻ എത്ര കടുപ്പത്തോടെ പ്രകാശിച്ചാലും ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു ദരിദ്ര കുടുംബം പോലുമില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി, അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ സംസ്ഥാനമായി ഈ കൊച്ചു കേരളം മാറും. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിൽ ഇടുക്കി ജില്ലയിലെ ചുമതലക്കാരനായ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഈ യോഗത്തിൽ അഭിമാനപൂർവ്വം ഞാൻ പറയട്ടെ, ഈ ജില്ലയിൽ 6,680 അതിദരിദ്ര കുടുംബങ്ങൾ. ആദ്യഘട്ടത്തിൽ 271 പേർ. 6,680 കുടുംബങ്ങളിൽ 271 പേർ അതിദരിദ്രരിൽ ഭൂമിയില്ലാത്തവരുണ്ട് എന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞു. ഒന്നുകൂടി അടിസ്ഥാനപരമായി നോക്കിയപ്പോ ആ 271-ൽ 172 കുടുംബങ്ങൾ ഭൂമിയില്ലാത്ത അതിദരിദ്രരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിമാരെ സാക്ഷി നിർത്തി പറയട്ടെ, 2024 ജനുവരി മാസം, അതായത് ഒരു മാസക്കാലം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അതിദരിദ്രരിൽ ഭൂമി സ്വന്തമായി ഇല്ലാത്ത ഒരാളുമില്ലാത്ത കേരളത്തിലെ ആദ്യത്തെ ജില്ലയായി ഇടുക്കി മാറാൻ പോവുകയാണ്. കേരളത്തിലെ അതിദരിദ്ര കുടുംബങ്ങളിലെ 172 പേർക്കും സ്വന്തമായ ഭൂമി ഇതേ ഇടുക്കി ജില്ലയുടെ കേന്ദ്രത്തിൽ വെച്ച് സംശയത്തിനിടം കൊടുക്കാത്ത വിധത്തിൽ റവന്യൂ വകുപ്പ് പൂർണ്ണമായി വിതരണം ചെയ്യും. കേരളത്തിൽ ഓരോ വകുപ്പും ഓരോ ചുമതലകൾ ഏറ്റെടുക്കുകയാണ്. 2025 നവംബർ 1-ഓടെ ലോകമലയാളത്തിന്റെ ചരിത്രത്തിൽ അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ജില്ലയായി ഈ കേരളം മാറും. ആദ്യത്തെ സംസ്ഥാനമായി ഈ കേരളം മാറും. നേരത്തെ ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടി ഇവിടെ പ്രഖ്യാപിച്ചു, ഇവിടെ സംസാരിച്ചു. കേരളത്തിൽ ഭൂപതിവ് നിയമത്തിൽ മാറ്റമുണ്ടാക്കിയ ഒരു കാലം 1960-ലാണ് ഭൂമി പതിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ നിയമം ഉണ്ടാക്കിയത്. കേരളത്തിൽ വിവിധ സെറ്റിൽമെന്റുകൾ ഉണ്ടായിരുന്നു നേരത്തെ. 1924-ലാണ് തിരുക്കൊച്ചിയിലെ അവസാനത്തെ സെറ്റിൽമെന്റ് ഉണ്ടായത്. പിന്നെ സെറ്റിൽമെന്റുകൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ 1957-ലെ ആദ്യത്തെ ഗവൺമെന്റ് വരുമ്പോ മരിച്ചാൽ കുഴിച്ചിടാൻ 6 അടി മണ്ണ് സ്വന്തമല്ലാത്ത ജനതയുടെ വികാര കേന്ദ്രമായി ഈ കേരളം ഉണ്ടായിരുന്നു. മരിച്ചാൽ കാടിനോട് ചേർന്നാണെങ്കിൽ മലയോരത്ത് കഴുകന് കൊത്തിവലിക്കാൻ, തീരത്തിനോട് ചേർന്നാണെങ്കിൽ സമുദ്രത്തിനകത്ത് മീന് കടിച്ചു പറിക്കാൻ, ജന്മം തന്ന അമ്മയുടെ മൃതശരീരം വലിച്ചെറിയേണ്ട ഗതികേടുണ്ടായിരുന്ന മനുഷ്യരുടെ നാടായിരുന്നു ഈ കേരളം. പൊതുവഴികളിൽ നടക്കാനും പൊതുകുളങ്ങളിൽ കുളിക്കാനും അമ്പലത്തിൽ കിടന്ന് ആരാധന നടത്താനും പള്ളിക്കൂടത്തിൽ പോയിരുന്നു പഠിക്കാനും ജനിച്ച മണ്ണിൽ തലയ്ക്കുമീതെ കൂര കെട്ടാനും മനുഷ്യനെ പോലെ ജീവിക്കാൻ സ്വന്തമായി ഭൂമി വെക്കാനും അനുവാദമില്ലാത്ത മനുഷ്യന്റെ സംസ്ഥാനമായിട്ടാണ് മലയാളം സംസാരിക്കുന്ന ഈ കേരളം 1956 നവംബർ 1-ന് രൂപീകരിക്കപ്പെട്ടത്. 57-ൽ സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ കുടിയിറക്ക് നിരോധന നിയമം കേരളത്തിൽ പാസാക്കി. മണ്ണില്ലാത്ത മുഴുവൻ മനുഷ്യനും മണ്ണ് കൊടുക്കാനുള്ള
ഭൂപരിഷ്കരണ നിയമത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള കാർഷിക ബന്ധ നിയമത്തിന് രൂപം കൊടുത്ത സംസ്ഥാനമാണ് ഈ കേരളം ഇന്ത്യയുടെ ചരിത്രത്തിൽ. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ കേരളത്തിൽ 960 സർക്കാരിന്റെ ഭൂമി പതിച്ചു കൊടുക്കാനുള്ള നിയമമുണ്ടായി. ആ നിയമത്തിന്റെ ഭാഗമായി 21 അനുബന്ധ ചട്ടങ്ങളുണ്ടായി. ചട്ടങ്ങൾ ഒരുപാട് കാലം പിന്നീടും ഉണ്ടായി. 995 നഗരത്തിലെ മേഖലകളിൽ പട്ടയം കൊടുക്കേണ്ട ചട്ടം ഉൾപ്പെടെ 1977 മുമ്പ് ഭൂമി കയ്യേറപ്പെട്ട വനഭൂമി മേഖലകളിൽ 993 രൂപീകരിച്ച ചട്ടം ഉൾപ്പെടെ 60-ലുണ്ടായ ഭൂപതിവ് നിയമത്തിന്റെ ഭാഗമായി 21ഓളം ചട്ടങ്ങളുണ്ടായി. നേരമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ ചട്ടം 60 കൊല്ലമായി കേരളത്തിൽ വലിയ പ്രയാസം ഉണ്ടാകുന്ന വിധത്തിൽ മാറുകയാണ്. 1801/2010 എന്ന പൊതു താൽപര്യ ഹർജിയിലൂടെ ഇടുക്കിയുടെ ഭാഗമായിട്ടുള്ള മൂന്നാറിലെ 8 വില്ലേജുകളിൽ റവന്യൂ വകുപ്പിന്റെ NOC ഇല്ലാതെ ഭൂമി കൊടുക്കാൻ പാടില്ല എന്ന നിബന്ധനയുണ്ടായി 2010. 2011 അധികാരത്തിൽ വന്ന UDFന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 5 വർഷക്കാലം ആ വിഷയത്തെ ഒന്ന് സ്പർശിക്കാൻ പോലും തയ്യാറായില്ല. 2016 കോടതിയുടെ നിരന്തരമായിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്ന് പതിവ് ഭൂമിയിൽ, പട്ടയഭൂമിയിൽ ഒരു വീട് വെച്ച് താമസിക്കാൻ, ഒരു കെട്ടിടം കെട്ടാൻ റവന്യൂ വകുപ്പിന്റെ NOC വേണം എന്ന നിബന്ധന നിർഭാഗ്യവശാൽ ഞാൻ ആ വാക്കാവർത്തിക്കുകയാണ്, ഇടുക്കിയിലെ ജില്ലാ ഭരണകൂടത്തിന് പ്രഖ്യാപിക്കേണ്ടി വന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഉണ്ടായി. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിച്ചു NOC ഇല്ലാതെ കേരളത്തിലെ പട്ടയ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമല്ല. എന്തായിരുന്നു കാരണം? 964 ചട്ടം, ഉദാഹരണത്തിന് 964 ചട്ടത്തിന്റെ 6 പ്രകാരം ഭൂമി പതിച്ചു കൊടുത്താൽ കൃഷിക്കോ വീടിനോ അനുബന്ധ പ്രവർത്തനങ്ങൾക്കോ മാത്രം അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. 2020 ഒരു ഘട്ടത്തിൽ, ബഹുമാനപ്പെട്ട ജോയ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരു ഘട്ടത്തിൽ NOC വേണം എന്ന് മാത്രമല്ല, എന്താവശ്യത്തിനാണ് ഭൂമി കൊടുത്തത് എന്ന് സ്ഥിതിവിവര റിപ്പോർട്ട് കൊടുക്കുന്നതിൽ പോലും റവന്യൂ എഴുതി ചേർക്കണം എന്ന് കോടതി വിധിച്ചു. സുപ്രീം കോടതി വരെ പോയി. ഭൂമി പതിച്ചു കൊടുക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നം ഒരു വീട് വയ്ക്കുക, കൃഷി നടത്തുക, കൃഷിക്കും വീടിനും അനുബന്ധമായി മറ്റെന്തെങ്കിലും വേണമെങ്കിൽ അത് ചെയ്യുക 60-ൽ രൂപീകരിക്കപ്പെട്ട നിയമമാണ്. പക്ഷേ ആ നിയമത്തിലെ ചട്ടവുമായി ബന്ധപ്പെട്ട ക്ലോസിനെ തുടർന്ന് പിന്നീട് ഓരോ ആവശ്യത്തിനും ഭൂമി വിതരണം ചെയ്യാൻ അനുവാദമില്ല എന്ന സ്ഥിതിയിലേക്ക് വന്നു. കേരളം മുഴുവൻ ആ നിയമം നടപ്പിലായി. NOC ഇല്ലാതെ ഒരു നിർമ്മാണ പ്രവർത്തനവും ആരംഭിക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചു. ഇടുക്കിയാണ് പ്രധാനമായും അതിൻ്റെ പ്രശ്നങ്ങൾ നേരിട്ട ഒരു ജില്ല. ഇവിടെ വീട് വയ്ക്കാൻ മാത്രമല്ല, ജലവിഭവ വകുപ്പ് ഇപ്പോൾ ആരംഭിച്ച എല്ലാവർക്കും കുടിവെള്ളം എന്ന ആശയം നടപ്പിലാക്കുന്ന ജലജീവൻ മിഷന്റെ ഒരു ടാങ്ക് കെട്ടാൻ പോലും പട്ടയഭൂമിയിൽ അനുവാദമില്ല. ആശുപത്രി വെക്കാനാകില്ല, കടകൾ തുറക്കാനാകില്ല, ബസ് സ്റ്റാൻഡ് കെട്ടാനാകില്ല, ഒരു പഞ്ചായത്ത് ആഫീസ് കെട്ടാനാകില്ല. പട്ടയഭൂമി ഇത്തരം സങ്കീർണമായ പ്രശ്നത്തിലേക്ക് വന്നപ്പോ 2016 കേരളത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 2017 രാഷ്ട്രീയ കക്ഷികളുമായി, മാധ്യമപ്രവർത്തകരുമായി, മതമേലധ്യക്ഷന്മാരുമായി, സാംസ്കാരിക പ്രവർത്തകരുമായി, പരിസ്ഥിതി പ്രവർത്തകരുമായി ദീർഘമായ കൂടിയാലോചനക്ക് വിധേയമായി. 2017 മുതൽ ആരംഭിച്ച നടപടിയാണിത്. 2019 256/2020 എന്ന ഗവൺമെന്റ് ഉത്തരവിലേക്ക് ആവശ്യമായ ചർച്ചകൾ ആരംഭിച്ചു. അന്ന് 15 സെന്റ് ഭൂമിയും 1500 സ്ക്വയർ ഫീറ്റർ വലിപ്പമുള്ള കെട്ടിടവും മാത്രം ക്രമവൽക്കരിക്കാം എന്ന ആശയത്തിലേക്കാണ് എത്തിയത്. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ രണ്ടാമത്തെ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ, റവന്യൂ വകുപ്പിന്റെ മന്ത്രിയായി ഞാൻ അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ, ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ ഈ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിയായ ഘട്ടത്തിൽ ദീർഘങ്ങളായ കൂടിയാലോചനകൾക്ക് ശേഷം 15,500 സ്ക്വയർ ഫീറ്റും 15 സെന്റും മാത്രമല്ല
ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സമഗ്രമായ ഒരു നിയമ ഭേദഗതി ആവശ്യമാണ് എന്ന വിഷയത്തിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് വന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ചിലരിപ്പോ കേരളത്തിൽ ഇടുക്കിയിൽ പറഞ്ഞു പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് നിയമ ഭേദഗതി കൊണ്ടുവന്നത്, ചട്ടം മാത്രം ഭേദഗതി ചെയ്താൽ പോരെ. നിയമം കേരളത്തിലെ ഗവൺമെന്റിന് ഒറ്റയ്ക്കെടുക്കാവുന്നതല്ല. ഞാൻ കഴിഞ്ഞ യോഗത്തിൽ പറഞ്ഞു, ഇന്ത്യയുടെ ഭരണഘടന സജി ചെറിയാൻ മാത്രം ഒരു ഭരണഘടന, ആരിഫ് മുഹമ്മദ് ഖാന് മറ്റൊരു ഭരണഘടന, അങ്ങനെ ഒരു ഭരണഘടന ഇല്ല. ഒറ്റ ഭരണഘടനയെ ഇന്ത്യക്കുള്ളൂ. ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഭരണഘടന ഇന്ത്യക്ക് ഒരു നിയമമാണ്. 1960 കേരളത്തിന്റെ നിയമസഭ പാസാക്കിയ ഒരു നിയമത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട ചട്ടങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഭേദഗതി വരുത്താൻ ചട്ടത്തിൽ മാത്രമായി ഭേദഗതി വരുത്താനാകുമോ? വിവരമില്ലായ്മ ഒരു സൗകര്യമാണ്. പക്ഷെ അത് കരുതി എന്തും പറയാം എന്ന് കരുതരുത്. 1960 നിയമത്തിൽ 4A1 എന്ന ധാരണയോടെ എന്ന രീതിയിൽ നിയമത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു ഈ ഗവൺമെന്റ്. അത് കേരളത്തിൽ നിയമനിർമ്മാണം നടത്തിയപ്പോൾ ഗവൺമെന്റ് കൊണ്ടുവന്ന ഭേദഗതി നിയമത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട ഏതെങ്കിലും ചട്ടങ്ങളുടെ ഭാഗമായി ഏറ്റെടുത്ത ഭൂമിയിൽ ഇതുവരെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്രമവൽക്കരിക്കാൻ സർക്കാരിന് അനുവാദം നൽകുന്ന ഒന്നാമത്തെ ഭേദഗതി. 4A2 എന്താണ്? അത് നിലവിൽ ഒരു ഭൂമിയിൽ ഒരു കെട്ടിടവും പണിയാത്ത, ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്താത്ത, ഈ നിയമം നോട്ടിഫൈ ചെയ്യുന്ന ദിവസത്തിനകത്ത് പട്ടയത്തിന്റെ ഭൂമിയുള്ളവർക്ക് തുടർന്ന് നിർമ്മാണ പ്രവർത്തനം നടത്താൻ സർക്കാരിന്റെ പ്രത്യേക അനുവാദം കൊടുക്കാനുള്ള നിയമ ഭേദഗതി. ഈ രണ്ട് ഭേദഗതികൾ ഉൾക്കൊള്ളുന്ന വിധത്തിൽ 7OB എന്ന വിധത്തിൽ രണ്ട് ചട്ടങ്ങൾ ഉണ്ടാക്കാൻ സർക്കാരിനെ സമ്പൂർണമായി അധികാരം കൊടുക്കുന്ന ഭേദഗതി. ഇതിലെവിടെയാ തർക്കം? ആ ഭേദഗതി ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ടാം ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്ന് പ്രകടന പത്രികയിലൂടെ നിയമ ഭേദഗതി കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റ് സ്വാഭാവികമായും അഡ്വക്കേറ്റ് ജനറലിന് ഉപദേശം വേണം, നിയമവകുപ്പിന് ഉപദേശം വേണം. 64 വർഷക്കാലത്തിനിടയിൽ ഒരു നിയമം ഭേദഗതിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ വേണം. ആ ആലോചനകൾക്ക് നിൽക്കുമ്പോൾ ഈ കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ മാത്രം 2 ഹർത്താലുകൾ UDF പ്രഖ്യാപിച്ചു. എനിക്കറിയാം UDF ഈ യോഗത്തിന് വരണ്ട എന്നൊക്കെ പറഞ്ഞാലും ഈ ഇരിക്കുന്ന മഹാസാഗരത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF വോട്ട് ചെയ്തവരും ഉണ്ടാകും, UDFന്റെ പ്രവർത്തകരും ഉണ്ടാകും, UDFുമായി ബന്ധപ്പെട്ടവരുണ്ടാകും. അവരെ സാക്ഷി നിർത്തി ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ നിയമ ഭേദഗതി നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷം നിയമത്തിൽ ഭേദഗതി വേണ്ട, ചട്ടത്തിൽ ഭേദഗതി മതി എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയോ? രേഖപ്പെടുത്തിയില്ല. എന്നു മാത്രമല്ല, നിയമം കേരളത്തിലെ സബ്ജക്ട് കമ്മിറ്റിക്ക് മുമ്പിൽ വിട്ടപ്പോൾ 3 പേർ UDFന്റെ MLA-മാർ അതിലുണ്ടായിരുന്നു. അവരെ സ്വാഭാവികമായിട്ടും സഭയ്ക്കകത്ത് ചർച്ച ചെയ്യാൻ വേണ്ടി വിയോജനക്കുറിപ്പ് എഴുതി കൊടുത്തതിൽ നിയമം മാറ്റിയാൽ പോരാ, നിയമം മാറ്റേണ്ട, ചട്ടം മാറ്റിയാൽ മതി എന്ന അഭിപ്രായം പറഞ്ഞില്ല. അതിന്റെ 3 വായനകൾ കേരളത്തിന്റെ നിയമസഭയിൽ നടന്നു. 3ാമത്തെ വായനയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇടപെട്ടു. 3ാമത്തെ വായനയിൽ ഇടപെട്ട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഞങ്ങളുടെ കൂടി അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഭൂപതിവ് നിയമം 1960 ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്യുന്നത്. ഞങ്ങൾ 2 കൈയും പൊക്കി ഇതിനെ പിന്തുണയ്ക്കുന്നു. 2 ഹർത്താൽ നടത്തി ഇതിന്റെ ഇടയിൽ കേരളത്തിൽ, ഈ ഇടുക്കി ജില്ലയിൽ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ കേരളത്തിന്റെ സമ്പൂർണമായ സഭ, 140 പേർക്കും അഭിപ്രായമില്ലാത്ത സഭ ഒരു നിയമ ഭേദഗതി നടത്തിയാൽ ആ നിയമ ഭേദഗതിക്ക് ഒപ്പിടാതെ കോൾഡ് സ്റ്റോറേജിൽ വെക്കാൻ കേരളത്തിന്റെ ഗവർണർക്ക് എന്ത് അധികാരം? ഗവർണർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അധികാര പദവിയുള്ളയാളല്ല. കേരളത്തിൽ ഇന്ത്യ രാജ്യത്തിറങ്ങിയ ഭരണഘടനയുടെ 200-201 അനുച്ഛേദങ്ങളിൽ ഒരു എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറായി ഗവർണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഗവർണർക്ക് ഗവർണറുടെ മുമ്പിൽ വരുന്ന ബില്ല് ഒന്നുകിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് വിടാം, അല്ലെങ്കിൽ തിരിച്ചയക്കാം,
അല്ലെങ്കിൽ കുറച്ചുകാലത്തേക്ക് ഹോൾഡ് ചെയ്യാം നാലവകാശങ്ങൾ കേരളത്തിലെ 140 MLA-മാരും സമ്പൂർണമായി പാസാക്കിയ ഈ നിയമ ഭേദഗതി രാഷ്ട്രപതിക്ക് അയക്കുകയോ ഒപ്പിടാതിരിക്കുകയോ തിരിച്ചയക്കുകയോ ചെയ്യാതെ ഹോൾഡ് ചെയ്യാൻ ഗവർണർക്ക് എന്ത് അധികാരം? പണ്ട് ചന്തുമേനോന്റെ കോടതിയിൽ ചണ്ടമേളത്തിന് വിധി പറഞ്ഞതുപോലെ മലയാളിയുടെ മുമ്പിൽ കൊട്ടി മറുപടി പറയേണ്ടി വരും കേരളത്തിലെ ഗവർണർ. ഞാൻ ചോദിക്കുന്നത് അതുമാത്രമല്ല, നേരത്തെ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഈ മഹാജനസാഗരത്തെ അശ്ലീല സദസ്സ് എന്ന് വിളിച്ചപമാനിച്ച കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ജനങ്ങളോട് പറയണ്ടേ, ഇടുക്കിയിലെ ജനങ്ങളോട് പറയണ്ടേ, ഞങ്ങൾ 2 ഹർത്താൽ നടത്തിയ ഈ ഭൂപതിവ് നിയമത്തിന്റെ ഭേദഗതി ഗവർണർ ഒപ്പിടാതിരിക്കുന്നതിനെ സംബന്ധിച്ച് UDF-ന്റെ നിലപാടെന്താ? ഗവർണർ ഒപ്പിടാതിരിക്കുമ്പോ UDF-ന്റെ നിലപാടെന്താ? ഗവർണർ മറുപടി പറയണം. ഞാൻ ബഹുമാനപ്പെട്ട ഗവർണറോട് പറയട്ടെ, ജനങ്ങൾ ഇതൊന്നും അധികകാലം മനസാന്നിധ്യത്തോടെ കണ്ടിരിക്കും എന്ന് കരുതരുത്. ഇത് നിങ്ങൾ ഒപ്പിടാതെ നിങ്ങൾ തിരിച്ചയക്കി. ഈ നിയമത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ ആ ബില്ല് തിരിച്ചയക്കി. കേരളത്തിലെ നിയമസഭ വീണ്ടും സമ്പൂർണമായത് പാസാക്കി 6 മാസത്തിനുള്ളിൽ അയച്ചാൽ പിന്നെ വിവേചനത്തിന് നിങ്ങൾക്ക് അധികാരമില്ല, ഒപ്പിടേണ്ടി വരും. ഞാൻ ഇടുക്കിയെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയട്ടെ, ഈ ബില്ല് ഒപ്പിടാതെ 2 മാസക്കാലമായി തുടരുന്ന ഗവർണറുടെ നടപടിക്കെതിരായി ഈ ഇടുക്കിയിലെ ജനങ്ങൾ രാജ്ഭവനിലേക്ക് നടക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്വം കേരളത്തിന്റെ ഗവർണർക്കായിരിക്കും. അത് ബോധ്യപ്പെട്ട് ഈ കാര്യത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തുകയായിരിക്കും ഏറ്റവും ശരിയായ നടപടി. UDF മിണ്ടുന്നില്ല. 2 ഹർത്താൽ നടത്തിയല്ലോ. നമ്മുടെ പെട്ടിക്കട അടച്ചു, സിഗരറ്റ് കച്ചവടം തടഞ്ഞു, ഉപ്പുസോട കുടിക്കാൻ പറ്റിയില്ല, ചായക്കട ഉണ്ടായില്ല, കടകൾ അടച്ചുപൂട്ടിയിരുന്നു. എന്തിനാ UDF ആ ഹർത്താൽ നടത്തിയത്? എന്നാൽ ഗവർണർ ഒപ്പിടുന്ന ഈ നടപടിക്കെതിരെ എല്ലാ ദിവസവും ചടങ്ങ് പോലെ പത്രസമ്മേളനം നടത്തുന്ന പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനത്തിനകത്ത് ഒരു വരി പറഞ്ഞു. കേരളത്തിലെ ഗവർണർ ഇത് സൂക്ഷിച്ചു വെച്ചത് ശരിയല്ല എന്ന അഭിപ്രായത്തെക്കുറിച്ച് ഇടുക്കിയിലെ ജനങ്ങളെ സാക്ഷി നിർത്തി പറയട്ടെ. ഇത്തിരി നേരം കൂടുതൽ എടുത്തിട്ടുണ്ട്. ഭൂപതിവുമായി ബന്ധപ്പെട്ട പ്രശ്നം പറഞ്ഞതുകൊണ്ട് ഞാൻ സമയമെടുത്തതാ. ഇടുക്കിയിലെ ജനങ്ങളോട് പറയട്ടെ, കേരളത്തിലെ മുഴുവൻ മനുഷ്യനെയും ഭൂമിയുടെ ഉടമകളാക്കുക എന്ന ലക്ഷ്യമാണ് 2ാം പിണറായി സർക്കാരിനുള്ളത്. ഏത് വിധേനയും ഞങ്ങളത് നടപ്പിലാക്കും. ഇപ്പോ പട്ടയ വിതരണത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ ഒരു ഉത്തരവ് ഇറങ്ങാൻ വേണ്ടി പോകുന്നു. ആ ഉത്തരവ് കഴിഞ്ഞ തവണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിക്കും ഒക്കെ നൽകിയ സ്വീകരണത്തിൽ ഞാൻ പ്രഖ്യാപിച്ചതാണ്. 2020/2020 എന്ന പേരിൽ കേരളത്തിലെ ഗവൺമെന്റ് പുറത്തിറക്കിയ ഹിൽമൻ സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇതാ വീണ്ടും പുറത്തിറങ്ങാൻ വേണ്ടി പോകുന്നു. കരിമണ്ണൂർ ഭൂമി പതിവ് ഓഫീസിന്റെ കീഴിലുള്ള ഉടുമ്പന്നൂർ, വെള്ളിയാമറ്റം, അറക്കുളം വില്ലേജുകളിലെ പട്ടയ വിതരണ നടപടികൾ പുനരാരംഭിക്കുകയാണ്. വണ്ണപ്പുറം, നെയ്ശ്ശേരി വില്ലേജുകളിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നതിന്റെ ക്രമീകരണങ്ങൾ ഇപ്പോൾ നാം ഏർപ്പെടുത്തുകയാണ്. ഇടുക്കി താലൂക്കിലെ ഇടുക്കി, കഞ്ഞിക്കുഴി വില്ലേജുകളിലെ പട്ടയ നടപടികൾ പുനരാരംഭിക്കാൻ നാം തീരുമാനിച്ചു കഴിഞ്ഞു. കഞ്ഞിക്കുഴി വില്ലേജിലെ പട്ടികവർഗ കോളനികളിൽ പട്ടയം അനുവദിക്കുന്നതിന് വിവിധ പട്ടിക വർഗ കോളനികളിലെ 410 അപേക്ഷകൾ പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ച് സർവേ നടപടികൾ പൂർത്തീകരിച്ച് പട്ടിക വർഗ വിഭാഗങ്ങൾക്ക് മുൻഗണന നൽകി പട്ടയം അനുവദിക്കുന്നതിനുള്ള നടപടികൾ ഞങ്ങൾ പുനരാരംഭിക്കുകയാണ്. ഈ വരുന്ന സർക്കാരിൻ്റെ ആദ്യത്തെ പട്ടയ വിതരണമേളയിൽ 2024 പട്ടയം വിതരണമേളയിൽ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, 5000 പുതിയ പട്ടയങ്ങൾ ഇടുക്കി ജില്ലയിൽ മാത്രം വിതരണം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഇടുക്കിയിലെ പട്ടയ വിതരണ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. ഹിൽമൻ സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ട് ജണ്ടയ്ക്ക് പുറത്തുള്ള 1 ഏക്കർ വരെയുള്ള ഭൂമിയിൽ 993 ചട്ടത്തിന് വിട്ടുകൊടുത്ത് ടെട്രോ പാടുകളിലേക്ക് മാറ്റി ടോപ്പോഷിറ്റിലേക്ക് പകർത്തി പരിവേഷ് പോർട്ടലിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദം മേടിക്കുന്ന നടപടികളെ ലഘൂകരിച്ചുകൊണ്ട് 2020/2020 എന്ന ഉത്തരവിന് പുതിയ രൂപം കൊടുക്കുകയാണ് കേരളത്തിൽ. കേരളത്തിലെ ഇന്ത്യയിലെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഡിസംബർ 1 മുതൽ പുതിയ നോട്ടിഫിക്കേഷൻ വന്നു.
1927 ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിൽ ഉൾപ്പെടുന്നതോ 80 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വരുമ്പോൾ നോട്ടിഫൈ ചെയ്തതോ അല്ലാത്ത ഒരു ഭൂമിയും ഇനി വനം വകുപ്പിന്റെ പേരിലാകില്ല. വൻ സംവർദ്ധൻ സംരക്ഷൺ അധിയം എന്ന പേരിൽ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് കൺസർവേഷൻ ആക്ട് പുനഃസംഘടിപ്പിച്ചു ഇന്ത്യയിലെ പാർലമെന്റ്. അതുകൂടി കണക്കിലെടുക്കുമ്പോൾ 2020/2020 എന്ന നിയമ ഭേദഗതികളിലൂടെ കേരളത്തിലൊരു പുതിയ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ജലവൈദ്യുത പ്രദേശത്തെ കൈവശക്കാരുടെ പട്ടയ പ്രശ്നങ്ങൾ ഈ ഗവൺമെന്റിന്റെ കാലത്ത് പരിഗണിക്കും. കാലങ്ങളായി പട്ടയ വിഷയത്തിൽ തീരുമാനമാകാതെ കിടന്ന ഇടുക്കി താലൂക്കിലെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിലെ 3 ചെയിൻ പ്രദേശത്തെ 3500-ൽ പരം വരുന്ന കൈവശക്കാരുടെ പട്ടയ വിഷയം പുതിയതായി ആരംഭിച്ച പട്ടയ മിഷൻ ഉൾപ്പെടുത്തി സർക്കാർ പരിഗണിക്കുകയും ആദ്യഘട്ടമായി യോഗ്യമായ കൈവശങ്ങൾ തിട്ടപ്പെടുത്തുന്നതിന് KSEB റവന്യൂ അധികൃതരുടെ സാന്നിധ്യത്തിൽ പ്രത്യേക സർവേ ടീമിനെ നിയോഗിച്ച് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളതാണ്. 2 മാസത്തിനുള്ളിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ 3 ചെയിൻ പ്രദേശത്തെ യോഗ്യമായ മുഴുവൻ പേർക്കും പട്ടയം കൊടുക്കും എന്ന് ഈ യോഗത്തെ സാക്ഷി നിർത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കല്ലാർകുട്ടി ഡാമിലെ 10 ചെയിൻ പ്രദേശം, ദേവികുളം ഇടുക്കി താലൂക്കുകളിലായി 10 ചെയിൻ പ്രദേശത്തെ 1800ഓളം വരുന്ന കൈവശക്കാരുടെ ഭൂമിക്ക് പട്ടയം അനുവദിക്കുന്നതിനുള്ള ദീർഘകാലമായ ആവശ്യം പട്ടയ മിഷനിൽ ഉൾപ്പെടുത്തി സർക്കാർ പരിഗണിക്കുകയും യോഗ്യമായ കൈവശങ്ങൾ തിട്ടപ്പെടുത്തുന്നതിന് KSEB റവന്യൂ അധികൃതരുടെ സാന്നിധ്യത്തിൽ പ്രത്യേക സർവേ ടീമിനെ നിയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് കല്ലാർകുട്ടി ഡാമിന്റെ 10 ചെയിൻ പ്രദേശത്ത് 1 മാസത്തിനുള്ളിൽ കൈവശക്കാരുടെ കയ്യിലുള്ള പട്ടയം വിതരണം ചെയ്യാൻ കഴിയും എന്നുകൂടി ഈ യോഗത്തെ അറിയിക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ചെങ്കുളം ഡാമിലെ 10 ചെയിൻ പ്രദേശം, ദേവികുളം താലൂക്കിൽ പെട്ടുവരുന്ന 10 ചെയിൻ പ്രദേശത്തെ 300ഓളം കൈവശക്കാരുടെ ഭൂമിക്ക് പട്ടയം അനുവദിക്കണമെന്നുള്ള ആവശ്യം പട്ടയ മിഷൻ ഉൾപ്പെടുത്തി സർക്കാർ പരിഗണിക്കുകയും യോഗ്യമായ കൈവശങ്ങൾ തിട്ടപ്പെടുത്തുന്നതിന് KSEB വനം റവന്യൂ അധികൃതരുടെ സാന്നിധ്യത്തിൽ പ്രത്യേക ടീമിനെ നിയോഗിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. 1 മാസക്കാലത്തിനുള്ളിൽ ആ പട്ടയം വിതരണം ചെയ്യാൻ നമുക്കാകും. പൊന്മുടി ഡാമിന്റെ 10 ചെയിൻ പ്രദേശത്തുള്ള കൈവശക്കാരുടെ പട്ടയം എല്ലാ റെക്കോർഡുകളും തയ്യാറാക്കി വരികയാണ്. ഭൂമിയുടെ സർവേ പൂർത്തീകരിച്ചാൽ കുറഞ്ഞ കാലം കൊണ്ട് ആ പട്ടയ പ്രശ്നം നമുക്ക് പരിഹരിക്കാനാകും എന്ന് ഞാൻ അറിയിക്കുകയാണ്. പ്രിയങ്കരനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ലോകമലയാളത്തിൻ്റെ അഭിമാനമായ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള നിങ്ങളുടെയൊക്കെ വായനാനുഭവങ്ങളിൽ പറഞ്ഞാൽ നീന്തൽ കുളം പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ആഡംബര ബസ് ഈ വേദിക്ക് മുമ്പിൽ വന്ന് എത്തിക്കഴിഞ്ഞു. എഴുന്നേറ്റ് നിന്ന് നോക്കുന്നത് നല്ലതാണ്. നീന്തൽ കുളമുള്ള ബസ്സിനെ ഒന്ന് തൊട്ടു നോക്കാനും അവസരമുണ്ട്. ആവശ്യപ്പെട്ടവർക്ക് കയറിയും നോക്കാം. പക്ഷേ നീന്തൽ കുളത്തിൽ കയറി ഇറങ്ങുമ്പോൾ ഒരു തോർത്തുകൂടി കൈവശം വെച്ച് പോകണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ബസ്സാണ് കഴിഞ്ഞ 18-ാം തീയതി മുതൽ മാധ്യമങ്ങൾ ആഡംബര ബസ് എന്ന് വിളിച്ച് അപമാനിക്കാൻ ശ്രമിച്ചത്. ഞാൻ ഈ ജനക്കൂട്ടത്തെ ഇടുക്കിയിൽ ഒത്തുചേർന്ന ഈ മനുഷ്യ മഹാസാഗരത്തെ സാക്ഷി നിർത്തി പറയട്ടെ, എന്തു പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ചാലും ബഹിഷ്കരിച്ചവരെ ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുന്ന ജനക്കൂട്ടമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വീകരിക്കാൻ, മന്ത്രിസഭയെ സ്വീകരിക്കാൻ ഈ ഇടുക്കിയിൽ ഒത്തുചേർന്നിട്ടുള്ളത്. ആ ജനക്കൂട്ടത്തെ തകർക്കാൻ ഒരാക്ഷേപത്തിന് സാധ്യമല്ല. പ്രിയപ്പെട്ടവർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തിച്ചേരും. നിങ്ങൾ ഇരിക്കുകയായിരിക്കും നല്ലത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അഭിവാദ്യം ചെയ്യാൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്യാൻ എല്ലാവർക്കും അവസരം ഉണ്ടാകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഈ വേദി വിട്ടുപോവുകയുള്ളൂ. ദയവായി എല്ലാവരും ഇരുന്നാൽ പിറകിലിരിക്കുന്ന ആളുകൾക്ക് കൂടി കാണാനുള്ള അവസരം ഉണ്ടാകും. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ജനകീയ മന്ത്രിസഭ
കേരളത്തിന്റെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി, ലോകത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു ജനകീയ മന്ത്രിസഭ ഓരോ മണ്ഡലത്തിലേക്കും എത്തിച്ചേരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വേദിയിലേക്ക് വരുന്നത് കഴിഞ്ഞ 7.5 വർഷക്കാലത്തിനിടയിൽ കേരളത്തെ പിടിച്ചുലക്കിയ അതിഭീകരമായ പ്രളയമുണ്ടായപ്പോ 2 അതിഭീകരമായ കോവിഡ് ദുരന്തങ്ങൾ ലോകത്തെ ആകെ പിടിച്ചുകുലുക്കിയപ്പോ ഒരു ദുരന്തത്തിനും 3.5 കോടി മലയാളിയെ വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് ഇടുക്കിയിലെ ഈ സഹകരണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞത് ഇടുക്കിയിലെ ഭൂമി പ്രശ്നങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഇത്തിരി നീണ്ടുപോയി. ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാക്ഷി നിർത്തി പറയട്ടെ. കട്ടപ്പനയിലെ ടൗൺഷിപ്പിൽ കവിശക്കാരുടെ പട്ടയങ്ങൾ, കൈവശമായിട്ടുള്ള വീടുകളുടെ കെട്ടിടങ്ങളുടെ പട്ടയങ്ങൾ 10 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായി സർവേ നടത്തി അതിന്റെ റിപ്പോർട്ട് കേരളത്തിലെ ഗവൺമെന്റ് അയക്കും. ചെറുതോണി ഗാന്ധിനഗർ കോളനിയിലെ നിവാസികളുടെ പട്ടയം 1 മാസത്തിനുള്ളിൽ സർവേ നടപടികൾ പൂർത്തിയാക്കി വിതരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. വാട്ടർ അതോറിറ്റിയുടെ കൈവശമുള്ള ഭൂമിയിലെ കൈവശക്കാർക്കുള്ള പട്ടയം അത് വരുന്ന മുനിസിപ്പൽ ചട്ടങ്ങൾ പ്രകാരം പട്ടയമേളയിൽ പട്ടയം വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുകയാണ്. മ്ലാപ്പാറ, കൊക്കയാർ വില്ലേജുകളിലെ ഉറുമ്പിക്കര പ്രദേശത്തെ പട്ടയങ്ങൾ അതിവേഗത്തിൽ വിതരണം ചെയ്യുന്നതിനായി 2020/2020 നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. പീരുമേട് താലൂക്കിലെ മഞ്ചുമല വില്ലേജിലെ മിച്ചഭൂമിയിലെ അനധികൃത കൈവശങ്ങളുമായി ബന്ധപ്പെട്ട പട്ടയങ്ങൾ മിച്ചഭൂമിയിലെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് വിതരണം ചെയ്യും. പീരുമേട് താലൂക്കിലെ വാഗമൺ, നേലപ്പാറ വില്ലേജുകളിലെ പട്ടയ പ്രശ്നങ്ങൾ ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ നമുക്ക് പരിഹരിക്കാനാകും. പെരിയാർ പുഴ പുറമ്പോക്കിൽ ഉൾപ്പെട്ട കൈവശക്കാരുടെ പട്ടയങ്ങൾക്ക് ജഗ്പാൽ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിന്റെ നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിൽ പോലും അടിയന്തരമായി അത് വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇടുക്കി താലൂക്കിലെ കാഞ്ചിയാർ വില്ലേജിൽ റീസർവേ റെക്കോർഡുകളിൽ തേക്ക് പ്ലാന്റേഷൻ എന്ന് രേഖപ്പെടുത്തിയതിൽ തെറ്റായി രേഖപ്പെടുത്തിയത് പ്രത്യേകമായ സർവേ നടത്തി ചെറിയ കാലത്തിനുള്ളിൽ വിതരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. മന്നാങ്കണ്ടം വില്ലേജിലെ ബ്ലോക്ക് 4 റീസർവേ 50,161 എന്നിവയിലെ കൈവശ ഭൂമിയിലെ പട്ടയങ്ങൾ വനം വകുപ്പിന്റെ ജണ്ടയുടെ പുറത്തായതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് വിതരണം ചെയ്യാൻ കഴിയും എന്ന് നാം പ്രതീക്ഷിക്കുകയാണ്. ആടുവിളന്താൻകടി, കോമാളിക്കുടി എന്നിവയിലെ കുടികളിലെ കൈവശക്കാർക്കുള്ള പട്ടയവും കാന്തിപ്പാറ വില്ലേജിലെ പതിവ് നടപടിക്രമങ്ങളും ഏറ്റവും വേഗതയിൽ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നാം നടത്തിവരുന്നത്. കുറ്റ്യാർവാലിയിലെ ഭൂമി പ്രശ്നം ശാശ്വതമായ പരിഹാരത്തിലേക്ക് പോവുകയാണ്. അസൈൻമെന്റ് ഓർഡർ അനുസരിച്ച് ഭൂമിക്ക് പണമടയ്ക്കാൻ കഴിയാത്ത മുഴുവൻ പേർക്കും ആ ഭൂമി വിതരണം ചെയ്യാൻ വീണ്ടും പണമടയ്ക്കാനുള്ള പ്രത്യേക ഉത്തരവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാം തയ്യാറാക്കി കഴിഞ്ഞു. ഞാൻ ഒരു വരി കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ കയ്യേറ്റത്തെയും കുടിയേറ്റത്തെയും ഒരുപാട് കാണുന്ന ഗവൺമെന്റ് അല്ല ഈ ഗവൺമെന്റ്. കേരളത്തിൽ ഭൂമിയുടെ അവകാശിയായി ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായ ഭൂരഹിതന് ഒരു ഭൂമിയിൽ കയറി താമസിക്കാനുള്ള അവന്റെ അവകാശം കയ്യേറ്റമായി കാണാനേ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഭൂമികൾ KLC പ്രകാരം ഏറ്റെടുക്കാനുള്ള കോടതിയുടെ വിധിയനുസരിച്ച് ആ നടപടികളിലേക്ക് പോകും. പക്ഷേ ആ നടപടികളിലേക്ക് പോകുമ്പോൾ അത്തരം കയ്യേറ്റ ഭൂമിയിൽ ഭൂരഹിതനായ ഒരാൾ കുടിയേറി അയാളുടെ ചെറിയ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ആ കയ്യേറ്റക്കാരനെന്ന് വിളിക്കപ്പെടുന്ന കുടിയേറ്റക്കാരനെ കൂടി സർക്കാർ ഏറ്റെടുക്കുകയും അനധികൃത കൈവശത്തോടുകൂടി ആ ഭൂമി ഏറ്റെടുത്ത് അവനു തന്നെ ആ ഭൂമിയിൽ താമസിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അവകാശം കൊടുക്കുകയും ചെയ്യുന്ന വിധത്തിൽ ഗവൺമെന്റ് കയ്യേറ്റ നടപടികളെ കാണും. ഒരു കുടിയേറ്റക്കാരനെയും ഭൂരഹിതനായ ഒരാളെയും ഭൂമിയിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു നടപടിയും കേരളത്തിലെ ഗവൺമെന്റ് കാണിക്കില്ല. പക്ഷേ കയ്യേറ്റത്തെയും കുടിയേറ്റത്തെയും രണ്ടായി കാണും. കയ്യേറ്റം ഏറ്റെടുത്താൽ ആ ഭൂമിയിൽ കുടിയേറിയ മനുഷ്യനെ അവിടെ തന്നെ താമസിക്കാനുള്ള നടപടിയെടുക്കും. അതുകൊണ്ട് സർക്കാരിന്റെ ക്വാർട്ടേഴ്സ് കയ്യേറി റിസോർട്ട് നടക്കുന്നവന് അതിന് അനുവാദം കൊടുക്കും എന്ന് പ്രതീക്ഷിക്കരുത്. കയ്യേറിയ ഭൂമിയിൽ കുടിയേറ്റക്കാരനായ ഒരാളുണ്ടെങ്കിൽ ആ ഭൂരഹിതനായ മനുഷ്യന് ഭൂമി കൊടുത്തുകൊണ്ടുള്ള നടപടിക്ക് തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോവുക. പ്രിയപ്പെട്ടവരെ,
അതിദുരന്ത ഭൂമികളിലൂടെ കടന്നുപോയ ഈ കേരളത്തിന്റെ ജീവിതത്തിൽ ഭൂപതിവ് നിയമത്തിന് ഭേദഗതി വരുത്തി ഭൂമിയുടെ ഉടമസ്ഥന്മാരായി മുഴുവൻ മനുഷ്യരെയും മാറ്റാൻ കഴിയുന്ന വിധത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോയ കേരളത്തിലെ ഗവൺമെന്റിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഈ മഹാജനസാഗരത്തെ കേരള സർക്കാരിന് വേണ്ടി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. നവകേരള സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനായി കേരളത്തിന്റെ ആദരണീയനായ പിന്നോക്ക ക്ഷേമ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ അവരുകളെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ബഹുമാനായ യോഗാധ്യക്ഷൻ, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രിയും ഇടുക്കിയുടെ MLA-യുമായ ശ്രീ റോഷി അഗസ്റ്റിൻ, അതുപോലെ തന്നെ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന നവകേരള സദസ്സിൻ്റെ നായകൻ, നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, മറ്റ് മന്ത്രിസഭാംഗങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട മണിയാശാൻ ഉൾപ്പെടെയുള്ള മറ്റ് ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാധ്യമപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ നവംബർ 18-ന് നമ്മുടെ സംസ്ഥാനം ഒരു പുതിയ ചരിത്രം എഴുതാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്ത്യയിലോ ലോകത്തോ ഇതിനു മുൻപൊന്നും ഉണ്ടാകാത്ത വിധത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും ആ മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും ആ സംസ്ഥാനത്തെ മുഴുവൻ അസംബ്ലി മണ്ഡലങ്ങളിലേക്കും ജനങ്ങളെ കാണുന്നതിനും ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതികൾ ജനങ്ങളോട് വിശദീകരിക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ പരിമിതികളും നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളും എല്ലാം ജനങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടിയാണ് ഈ നവകേരള സദസ്സ് സംഘടിപ്പിച്ചത്. ഇന്ന് 85ാമത്തെ അസംബ്ലി മണ്ഡലത്തിലാണ് നവകേരള സദസ്സ് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്ന എന്തിനാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ തന്നെ നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി നമ്മുടെ നാടിനോട് പറയുകയുണ്ടായി. എന്നാൽ അത് കാപട്യമാണെന്നും അത് ശരിയല്ല എന്നും അത് അശ്ലീലമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ പ്രതിപക്ഷം ശ്രമിച്ചത്. ഈ നവകേരള സദസ്സിലേക്ക് ആളുകൾ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രചരണ പരിപാടികളും സംഘടിപ്പിച്ചു. എന്നാൽ ഇന്ന് ഇടുക്കിയിലെത്തി നിൽക്കുന്ന ഈ നവകേരള സദസ്സിൽ കാണാൻ കഴിഞ്ഞത് നവകേരള സദസ്സിനെതിരായിക്കൊണ്ടുള്ള എല്ലാ പ്രചരണങ്ങളെയും ജനങ്ങൾ തള്ളിക്കളയുന്നതായിട്ടാണ്. എന്തുകൊണ്ടാണ് ജനങ്ങൾ അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തുന്നത്? അത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഭരിക്കുന്നത് ഈ നാടിൻ്റെയും ജനങ്ങളുടെയും ഉത്തമ താല്പര്യം സംരക്ഷിക്കാനാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ജാതിമത വ്യത്യാസം മറന്നുകൊണ്ട് തിരിച്ചറിയുകയുണ്ടായി. ആ തിരിച്ചറിവ് ഒരു ദിവസം കൊണ്ടായതല്ല എന്ന് നമുക്കറിയാം. എക്കാലത്തും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ആ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും കാണിച്ചിട്ടുണ്ട്. അത് ഓരോ ഘട്ടത്തിലും കൂടുതൽ കൂടുതൽ കാണിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ആ ഗവൺമെൻറ് 2016 അധികാരത്തിൽ വരാൻ വേണ്ടി ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് ചെയ്തു എന്ന് 2021 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പരിശോധിച്ചു. അങ്ങനെ പരിശോധിക്കാനുള്ള അവസരം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും ആ ഗവൺമെൻറ് തയ്യാറായി. സാധാരണ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് അധികാരത്തിൽ വരാൻ വേണ്ടി ജനങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനം നൽകുകയും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ വാഗ്ദാനങ്ങളെല്ലാം തന്നെ മറന്നു പോവുകയും ചെയ്യുകയാണ് ചെയ്യുക.
അങ്ങനെ മറന്നു പോവുകയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് 2016 അധികാരത്തിൽ വരാൻ വേണ്ടി പറഞ്ഞ 600 കാര്യങ്ങളിൽ 580 കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ട് 2021 ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ജനങ്ങളെ സമീപിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യവും വലതുപക്ഷ മുന്നണിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. 2011 ഐക്യജനാധിപത്യ മുന്നണി ഈ കേരളത്തിലെ ജനങ്ങളും ഒട്ടേറെ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ആ നൽകിയ വാഗ്ദാനങ്ങൾ 2016 എത്ര കണ്ട് നടപ്പിലാക്കിയെന്ന് ജനങ്ങൾ പരിശോധിക്കുകയുണ്ടായി. ആ പരിശോധന അടിസ്ഥാനത്തിലാണ് തങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല തങ്ങളെ എല്ലാ രംഗത്തും പുറകോട്ടടിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്ന് മനസ്സിലായി. എന്നാൽ 2016 അധികാരത്തിൽ വന്ന ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അത് നടപ്പിലാക്കാനുള്ളതാണ് എന്ന് തെളിയിച്ചു. ആ തെളിയിച്ചതിൻ്റെ ലക്ഷണമാണ് 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ 2016 93 സീറ്റുകളിലെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി അധികാരത്തിലെത്തിച്ചെങ്കിൽ 2021 99 സീറ്റുകൾ നൽകിക്കൊണ്ടാണ് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ഈ കേരളത്തിൽ അധികാരത്തിലെത്തിച്ചത്. അങ്ങനെ 5 വർഷക്കാലം നമ്മുടെ നാടിന് വേണ്ടി ചെയ്ത കാര്യം പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ പ്രസംഗം പെട്ടെന്ന് നിർത്താം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മോട് സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് 2016 അധികാരത്തിൽ വരാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ നാടിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു. പ്രിയമുള്ളവരെ, ഞാൻ ഇനിയധികം സംസാരിക്കുന്നില്ല. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 2016 പാവപ്പെട്ട ജനങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത്. അങ്ങനെ പാവപ്പെട്ടവരോട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകൾക്ക് വിവിധ തരത്തിലുള്ള സാമൂഹ്യക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് നമ്മുടേത്. ആ സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ അതിനെതിരായിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരവേലകളുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെ കുറിച്ച് തന്നെ ഇത് പെൻഷൻ ഗവൺമെൻറ് എന്നെല്ലാം പറഞ്ഞ് കളിയാക്കിയവർ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധമുണ്ട്. നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളെ സഹായിക്കേണ്ടതാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് ആ കാര്യത്തിലുണ്ടായത്. അതുകൊണ്ടാണ് മണ്ണിൽ പണിയെടുത്ത് തളർന്ന കർഷക തൊഴിലാളികൾക്കടക്കം പെൻഷൻ കൊടുക്കാനുള്ള നിയമം 1980 സഖാവ് നായനാർ ഗവൺമെൻറ് കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്ന പെൻഷൻ പിന്നെ കൊടുക്കാതിരിക്കുന്ന നിലപാടാണ് UDF സ്വീകരിച്ചത്. 2011-16 കാലഘട്ടത്തിലും ആ നിലപാട് തന്നെയാണ് UDF സ്വീകരിച്ചത്. അതുകൊണ്ടാണ് 2011-16 കാലഘട്ടത്തിൽ ഏകദേശം 18 മാസക്കാലത്തിലധികം പെൻഷൻ കൊടുക്കാതിരിക്കുന്ന സമീപനം സ്വീകരിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ പാവപ്പെട്ട ആളുകളോട് പറഞ്ഞു,
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ പാവപ്പെട്ടവരുടെ പെൻഷൻ കുടിശ്ശിക തീർത്ത് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും. 600 രൂപയാണ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്, പക്ഷേ കൊടുത്തില്ലായിരുന്നു. ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കാനും അതോടൊപ്പം തന്നെ ഈ പെൻഷൻ ഇന്ന് കിട്ടുന്ന പെൻഷൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 1000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞ മുദ്രാവാക്യം മറക്കുകയല്ലേ ചെയ്തത്, അല്ലെങ്കിൽ ആ പറഞ്ഞ വാഗ്ദാനം നടപ്പിലാക്കാതിരിക്കുകയല്ലേ ചെയ്തത്. അതുകൊണ്ടാണ് 2021 ആയപ്പോഴേക്കും 600 1000 പറഞ്ഞ ഗവൺമെൻറ് ആ പാവപ്പെട്ട പെൻഷൻ 1600 രൂപയായിട്ട് വർദ്ധിപ്പിച്ചത്. 1600 വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല, UDF കൊടുത്തിരുന്നത് ഏകദേശം 32 ലക്ഷത്തോളം ആളുകൾക്കാണ്. നമ്മുടെ കേരളത്തിലെ അർഹരായ മുഴുവൻ ആളുകൾക്കും അന്ന് പെൻഷൻ കിട്ടിയിരുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഴുവൻ ആളുകൾക്കും, അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ 2021 ആയപ്പോഴേക്കും ഏകദേശം 62 ലക്ഷം പേർക്കാണ് വിവിധ രീതിയിലുള്ള പെൻഷൻ കൊടുത്തത്. അതോടൊപ്പം തന്നെ രണ്ടാം ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും വർദ്ധിപ്പിച്ചു. ഏകദേശം 64 ലക്ഷത്തോളം ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നത്. UDF സമയത്ത് കേവലം 32 ലക്ഷം പേർക്ക് കൊടുത്ത പെൻഷനാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് 7.5 വർഷക്കാലം കൊണ്ട് 64 ലക്ഷം ആയി വർദ്ധിപ്പിച്ചു കൊടുത്തത്. വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, കുടിശ്ശികയെല്ലാം തീർത്തു കൊടുത്തു. UDF ചില ആളുകൾ ഇപ്പോൾ പാവപ്പെട്ട ആളുകളെ ഇളക്കി വിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ ചില പാവപ്പെട്ട ആളുകളെ പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി വിടാൻ ശ്രമിച്ചല്ലോ. അങ്ങനെ ഇളക്കി വിടാൻ ശ്രമിച്ച ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നാടും മനസ്സിലാക്കണം. 5 വർഷക്കാലം UDF ഗവൺമെൻറ് ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്ത എണ്ണം എത്രയാണ്, എത്ര സംഖ്യയാണ് എന്നുകൂടി മനസ്സിലാക്കണം. 5 വർഷക്കാലം 2016 വരെ കേവലം 9011 കോടി രൂപ മാത്രമാണ് UDF ഗവൺമെൻറ് കാലത്ത് ഈ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുത്തത്. എന്നാൽ ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്ത് കൊടുത്ത സംഖ്യ എത്രയാണ്? 1600 വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ. 5 വർഷം കൊണ്ട് UDF ഗവൺമെൻറ് 9011 കോടി രൂപ കൊടുത്ത സ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 5 വർഷക്കാലം കൊണ്ട് 35,154 കോടി രൂപയാണ് കൊടുത്തത്. 911 കോടിയാണ് നിങ്ങൾ കൊടുത്തത്. ഞങ്ങൾ കൊടുത്തത്, ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കൊടുത്തത്, പിണറായി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കൊടുത്തത് 35,154 കോടി രൂപയാണ്. വീണ്ടും ഈ 2.5 വർഷക്കാലം കൊണ്ട് കൊടുത്തത് എത്രയാണ്? ഈ 2.5 വർഷക്കാലം കൊണ്ട് കൊടുത്തത് 23,504 കോടി രൂപയും കൊടുത്തു. അങ്ങനെ നിങ്ങൾ 911 കോടി രൂപ കൊടുത്ത സ്ഥാനത്ത് ഈ ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ് 7.5 വർഷക്കാലം കൊണ്ട് 58,504 കോടി രൂപയാണ് ഈ പാവപ്പെട്ട ആളുകൾ കൊടുത്തത്. കൊടുക്കാതെയല്ല ഞങ്ങൾ പറയുന്നത്, കൊടുത്തുകൊണ്ടാണ്. പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കുക, അത് കൊടുക്കുമെന്ന് പറയുക മാത്രമല്ല, അത് കൊടുക്കുകയാണ്. കുടിശ്ശിക തീർത്തു കൊടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. ഇതെല്ലാം കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം. വലിയ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ജനങ്ങൾ മാറുന്നത് നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ പ്രത്യേക കാഴ്ചപ്പാടുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വികസനം എന്താണ് എന്ന് ജനങ്ങൾ നേരിട്ടറിയുകയാണ്. നമ്മുടെ നാടിൻ്റെ അസാധ്യമെന്ന് പറഞ്ഞിരുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ നമ്മുടെ നാടിന് കഴിഞ്ഞു. അതാണ് ഇടുക്കിയുടെ പ്രത്യേകത. ഇന്ന് കാലത്ത് പ്രഭാത യോഗത്തിൽ ഒട്ടേറെ ആളുകൾ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, ഇടുക്കിയിലെ വമ്പിച്ച പുരോഗതിയാണ് ഉണ്ടാകുന്നത്. അത് ഓരോ മേഖലയെയും കുറിച്ച് പറഞ്ഞു. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയും. അങ്ങനെ വികസന രംഗത്ത് കേരളം വമ്പിച്ച കുതിപ്പിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ മേഖലയിൽ നമ്മുടെ കേരളം വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയാണ്. അങ്ങനെ വികസന രംഗത്തും സാമൂഹ്യ മേഖലയിലും ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പിന്നെ പ്രതീക്ഷ ഉണ്ടാകില്ല എന്നുള്ളത് അവർ തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവിൽ നിന്നാണ് കേരളത്തെ എങ്ങനെ തകർക്കാം എന്നുള്ള ഗൂഢാലോചന നടക്കുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യം നൽകാതിരിക്കുന്ന നിലപാട് സ്വീകരിച്ചത്. ഇവിടെ നേരത്തെ 2 മന്ത്രിമാർ പറഞ്ഞല്ലോ, നമ്മുടെ കേരളത്തിന് അർഹതപ്പെട്ട ഏകദേശം 57,400 കോടി രൂപയാണ് കേന്ദ്രം തരാതിരിക്കുന്നത്. അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ വേണ്ടി ഇവിടെ പ്രതിപക്ഷമോ UDF തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ BJP എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ തയ്യാറാകുന്നില്ല. കേരളത്തിലെ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള നിലപാട് അന്ന് പുറകോട്ട് പോകാൻ പാടില്ല. കേരളത്തിന് കൊടുക്കേണ്ട വീതം കൊടുക്കണമെന്നല്ല പറയുന്നത്, കൊടുക്കാതിരിക്കണം.
അങ്ങനെ കൊടുക്കാതിരുന്നെങ്കിൽ കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിക്കും, ക്ഷേമ പ്രവർത്തനങ്ങൾ ഇല്ലാതാകും. അതുവഴി ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിക്കൊണ്ട് ജനങ്ങളെ ചിന്തിപ്പിക്കാനും ജനങ്ങളെ ഇളക്കിവിടാനും കഴിയുമെന്നുള്ള പരീക്ഷണമാണ് നടത്തുന്നത്. അവരെന്തെല്ലാം പരീക്ഷണങ്ങൾ നടത്തിയാലും, എന്തെല്ലാം സാമ്പത്തികമായിട്ടുള്ള തകർച്ച ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാലും, രാഷ്ട്രീയമായിട്ടുള്ള കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടാലും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തി പകരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഇടുക്കിയിൽ തടിച്ചുകൂടിയ ജനസഹസ്രങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധിയെല്ലാം മുറിച്ചു കടക്കാൻ കഴിയുമെന്ന് തെളിയിച്ചുള്ളൂ ഇടതുപക്ഷം. നമ്മൾ അഭിമുഖീകരിച്ച ഒട്ടേറെ പ്രതിസന്ധികളുണ്ടല്ലോ. ഈ മലയോര മേഖലയിലൊക്കെ നടന്ന ദുരന്തം എന്താണെന്ന് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ഓരോ ദുരന്തം ഉണ്ടായപ്പോൾ നമുക്കറിയാൻ, ഓഖി ദുരന്തം ഉണ്ടായപ്പോൾ അതിനെ നേരിട്ട രീതി എങ്ങനെയാണ്? അത് രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ശ്രദ്ധ പിടിച്ചുപറ്റി. നിപ്പ വൈറസിൻ്റെ ആക്രമണം ഉണ്ടായപ്പോൾ അതും എങ്ങനെയാണ് നേരിടുന്നതെന്ന് നാം കാണിച്ചു കൊടുത്തു. 2 ഘട്ടങ്ങളായി മഹാപ്രളയങ്ങളുണ്ടായി. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്. ആൾനാശം അതുപോലെ കൃഷിനാശം എല്ലാം ഉണ്ടായി. ഏകദേശം 30,000 കോടിയിൽ പരം രൂപയുടെ നഷ്ടമാണ് അന്നുണ്ടായത് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുകയുണ്ടായി. അന്നും ആരും സഹായിക്കാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നില്ല. സഹായിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനുശേഷം നമുക്കറിയാം, ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു COVID-19. ആ ദുരന്തമുണ്ടായപ്പോഴും കേരളം വിറച്ചു നിൽക്കുമെന്നാണ് കരുതിയത്. ആ ഘട്ടങ്ങളെല്ലാം തന്നെ നമ്മുടെ നാടിനെ പുറകോട്ടിടിപ്പിക്കാൻ എന്താണോ ചെയ്യേണ്ടത് അതാണ് വലതുപക്ഷ ശക്തികൾ ചെയ്തത്. കേന്ദ്ര ഗവൺമെന്റും അതാണ് ചെയ്തത്. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ കേരളത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയും. മുന്നേറാനുള്ള പാത തെളിയിച്ചുകൊണ്ടാണ് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി, നമ്മുടെ നാടിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നമ്മളെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇനിയും എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ആ പ്രതിസന്ധികളെ എല്ലാം തട്ടിമാറ്റിക്കൊണ്ട് ഈ കേരളം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. 3.5 കോടി മലയാളികളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി, 3.5 കോടി മലയാളികളെ വരുന്ന ആളുകൾ കൂടുതൽ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടി, ഒരു 25 വർഷം കഴിയുമ്പോൾ നമ്മുടെ കേരളം എങ്ങനെയായിരിക്കുമെന്നുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, നമ്മുടെ അഭിമാനമായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ നവകേരള സദസ്സ് സംഘടിപ്പിച്ച് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംവേദനത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെയും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് വേണ്ടി പ്രത്യേകമായിട്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരു ചെറിയ വാക്കിൽ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ നേർന്നുകൊള്ളുന്നു. ഏറ്റവും ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ബഹുമാന്യരായ മന്ത്രിമാർക്കുമുള്ള സ്വീകരണമാണ് ഇനിയുള്ളത്. ആദ്യ സ്വീകരണം ഏറ്റുവാങ്ങുന്നത് നവീനാശയങ്ങൾ ജനങ്ങളിൽ നിന്ന് സ്വാംശീകരിക്കുന്നതിനായി നവകേരള സദസ്സിന് നേതൃത്വം നൽകുന്ന കേരളത്തിന്റെ ഏറ്റവും ആദരണീയനായ മുഖ്യമന്ത്രി ബഹുമാനായ ശ്രീ പിണറായി വിജയൻ അവരുടെ സ്നേഹത്തോടെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് ക്ഷണിക്കുന്നു. ഇടുക്കിയുടെ MLA യും ജലവിഭവ മന്ത്രിയുമായ പ്രിയപ്പെട്ട ശ്രീ റോഷി അഗസ്റ്റിനാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നത്. ഒപ്പം മലയോരത്തിന്റെ പ്രിയങ്കരനായ നേതാവ് മണിയാശാനും മുഖ്യമന്ത്രിയെ കിരീടം ധരിപ്പിച്ച് സ്വീകരിക്കുകയാണ്. കിരീടവും സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറയായ ഇടുക്കിയിൽ കർഷകർ ഉൽപ്പാദിപ്പിച്ച സുഗന്ധവ്യഞ്ജനങ്ങളുടെ സ്പൈസസ് കിറ്റും ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രമടങ്ങിയ പുസ്തകവും നൽകിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സ്വീകരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സ്പൈസസ് കിറ്റും കുടിയേറ്റ ചരിത്രം എഴുതിയ ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രം എഴുതിയ പുസ്തകവും ഇപ്പോൾ സമർപ്പിക്കും. ശ്രീമതി രാജീവ്ചന്ദ്രൻ, പ്രസിഡന്റ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്താണ്. അടുത്ത സ്വീകരണ അധ്യക്ഷൻ ശ്രീ റോഷി അഗസ്റ്റിനാണ്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് പോൾ ശ്രീ റോഷി അഗസ്റ്റിനെ സ്വീകരിക്കുന്നു. കിരീടവും സ്പൈസസ് കിറ്റും ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രം എഴുതിയ പുസ്തകവും നൽകി സ്വീകരിക്കുന്നു. അഡ്വക്കേറ്റ് കെ രാജൻ, ബഹുമാനായ കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയെ ശ്രീമതി രമ്യ രനീഷ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിക്കുന്നു. ബഹുമാനായ ശ്രീ AK ശശീന്ദ്രൻ, വനം വന്യജീവി വകുപ്പ് മന്ത്രിയെ ശ്രീമതി അനിമോൾ ജോസ് കാമാക്ഷി പ്രസിഡന്റ് സ്വീകരിക്കുന്നു. ബഹുമാനായ ശ്രീ K കൃഷ്ണൻകുട്ടി,
വൈദ്യുത വകുപ്പ് മന്ത്രിയെ ശ്രീമതി സിന്ധു ജോസ് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിക്കുന്നു. അഡ്വക്കേറ്റ് ആന്റണി രാജു ബഹുമാനായ ഗതാഗത വകുപ്പ് മന്ത്രിയെ ശ്രീ കെ ജി സത്യൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്വീകരിക്കുന്നു. ശ്രീ അഹമ്മദ് തേവർഗോവിൽ ബഹുമാന്യപ്പെട്ട തുറമുഖ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രിയെ ശ്രീമതി ഉഷ വിജയൻ കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിക്കുന്നു. ശ്രീ കെ രാധാകൃഷ്ണൻ ശ്രീമതി ഗീത തുളസീധരൻ സ്വീകരിക്കുന്നു. ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിനെ ശ്രീമതി മിനി ജേക്കബ് വൈസ് പ്രസിഡന്റ് വാഴ്ത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുന്നു. ബഹുമാനായ ശ്രീ പി രാജീവ് വ്യവസായ നിയമ വകുപ്പ് മന്ത്രിയെ ശ്രീമതി ആലീസ് വർഗീസ് സ്വീകരിക്കുന്നു. ബഹുമാനിയായ ശ്രീമതി ജെ ചിഞ്ചുറാണി മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയെ ശ്രീ ടി പി മൽക്ക സ്വീകരിക്കുന്നു. ഏറ്റവും ബഹുമാനായ ശ്രീ വി എൻ വാസവൻ ബഹുസഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയെ ശ്രീമതി സുധർമ്മ മോഹൻ കട്ടപ്പന കൗൺസിലർ സ്വീകരിക്കുന്നു. ബഹുമാനായ ശ്രീ സജി ചെറിയാൻ ഫിഷറി സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയെ ശ്രീ എം എം പ്രദീപ് സ്വീകരിക്കുന്നു. അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് ബഹുമാനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയെ ശ്രീ സിബിച്ചൻ തോമസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സ്വീകരിക്കുന്നു. ബഹുമാനായ ശ്രീ പി പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രിയെ ശ്രീമതി ജോത്സന എ ജെ സ്വീകരിക്കുന്നു. ബഹുമാനായ ശ്രീ വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയെ ശ്രീ ഷാജി കുത്തൂടിൽ സ്വീകരിക്കുന്നു. ശ്രീ എം ബി രാജേഷ് ബഹുമാനായ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയെ ശ്രീമതി സാലി ജോളി സ്വീകരിക്കുന്നു. അഡ്വക്കേറ്റ് ജി ആർ അനിൽ ബഹുമാനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയെ ശ്രീ റെജി മുക്കാട്ട് സ്വീകരിക്കുന്നു. ഡോക്ടർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയെ ശ്രീ റോണിയോ അബ്രഹാം സ്വീകരിക്കുന്നു. ശ്രീമതി വീണ ജോർജ് ബഹുമാന്യായ ആരോഗ്യ ശിശുക്ഷേമ വികസന വകുപ്പ് മന്ത്രിയെ ശ്രീ ഷാജു പോൾ സ്വീകരിക്കുന്നു. ബഹുമാന്യ ശ്രീ വി അബ്ദുറഹിമാൻ സ്പോർട്സ് റെയിൽവേ ഹജ്ജ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയെ ശ്രീമതി സുബി ജോമോൻ സ്വീകരിക്കുന്നു. ശ്രീ എം എം മണി എം എൽ എ മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയെ ശ്രീമതി നിമ്മി ജയൻ സ്വീകരിക്കുന്നു. ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇടുക്കിയിലെ നവകേരള സദസ്സിൽ എത്തിച്ചേർന്നിരിക്കുക. കാസർഗോഡ് മുതൽ ഇടുക്കി വരെയുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളുമായി സംവാദിച്ച് ഇവിടെ എത്തിച്ചേർന്നപ്പോൾ അഭിമാനപൂർവ്വമാണ് നമ്മൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. ഈ നാടിൻ്റെ ധാരാളം പ്രശ്നങ്ങളിൽ സുപ്രധാനപ്പെട്ട ഭൂപ്രശ്നം ഉൾപ്പെടെ ഈ നാടിന് അനുഗ്രഹമായി തീർന്ന ഒട്ടേറെ നടപടികൾ കൈക്കൊള്ളാൻ കഴിഞ്ഞ ഒരു ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ ഗവൺമെൻറ്. നമുക്കേറെ അഭിമാനമുണ്ട്. ഒട്ടേറെ സാധ്യതകളും നേട്ടങ്ങളും കൈവരിക്കാൻ കഴിഞ്ഞൊരു കാലഘട്ടത്തിൻ്റെ ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കാൻ നമ്മളെ സഹായകമാക്കി തീർത്ത കേരളത്തിൻ്റെ ധീരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ ഇടുക്കിയിലെ നവകേരള സദസ് അഭിസംബോധന ചെയ്യുവാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സഹോദരീ സഹോദരന്മാരെ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വളരെ വിശദമായി തന്നെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 18-നാണ് മഞ്ചേശ്വരത്ത് നിന്ന് ഈ യാത്ര ആരംഭിച്ചത്. കേരളത്തിലെ ഒരുപാട് ബഹുജന മുന്നേറ്റങ്ങൾ നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ 8 ജില്ല പിന്നിട്ടതിന് ശേഷമുള്ള നവകേരള സദസ്സിൻ്റെ അനുഭവം തീർത്തും
വ്യത്യസ്തമായ ഒന്നാണ്. ഇതുപോലൊരു ബഹുജന സംഗമത്തിലൂടെ നാടിൻ്റെ വികാരം, നാടിൻ്റെ പ്രതിഷേധം അറിയിക്കുന്ന അഭൂതപൂർവമായ ബഹുജന സംഘവുമായാണ് നവകേരള സദസ്സ് മാറിയിരിക്കുന്നത്. ഇതിന് ഒറ്റ വികാരം മാത്രമേ ഉള്ളൂ: നമ്മുടെ നാട് പിന്നിലായിക്കൂടാ. നാട് മുന്നോട്ട് കുതിക്കണം. മുന്നോട്ട് കുതിക്കുന്നതിന് തടസ്സമായി വരുന്ന ഒന്നും അംഗീകരിക്കാനാവില്ല. ഞങ്ങൾ കേരളീയർ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നു: നാടിനെ പിറകോട്ടടിപ്പിക്കുന്ന ഒന്നും ഉണ്ടാകരുത് എന്ന്. കാരണം ഇത് ഞങ്ങളുടെ നാടിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ പ്രശ്നമാണ്. ഇതാണ് ജനങ്ങൾ ഒരുമയോടെ, ഐക്യത്തോടെ ഈ കൂട്ടായ്മയിലൂടെ പ്രഖ്യാപിക്കുന്നത്. അതിന് അതിൻ്റേതായ പ്രതികരണങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇവിടെ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് കഴിഞ്ഞതായിരിക്കും. ഇതേവരെ കേരളത്തിൻ്റെ വികസനത്തെ തടയുന്ന നമ്മുടെ നാടിന് അർഹതപ്പെട്ട് നിഷേധിക്കുന്ന, നമ്മുടെ നാടിനോട് കടുത്ത വിവേചനം കാണിക്കുന്ന കേന്ദ്ര സർക്കാർ ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഈ നവകേരള സദസ്സ് ഇപ്പോഴല്ല, കുറച്ച് ദിവസം പിന്നിടുമ്പോഴേക്ക് തന്നെ ജനവികാരം എത്രത്തോളമാണ് ഉയർന്നു വരുന്നത് എന്ന് മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാരിന് അനങ്ങാതിരിക്കാൻ പറ്റിയില്ല. അവർ കേന്ദ്ര ധനമന്ത്രിയെ തന്നെ കേരളത്തിലേക്ക് അയച്ചു. കേരളത്തോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് വിശദീകരിച്ചതെങ്കിലും ഞങ്ങൾ കേരളത്തെ അവഗണിക്കുന്നില്ല എന്ന് പറയാൻ അവർ നിർബന്ധിതയായി. അത് നവകേരള സദസ്സിൻ്റെ വലിയ തോതിലുള്ള ബഹുജന പങ്കാളിത്തത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. പക്ഷേ പറഞ്ഞ കാര്യങ്ങൾ ആർക്കും ബോധ്യമാകുന്നതല്ല. അതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ്. വേറൊരു കൂട്ടരുണ്ട് ഈ പരിപാടി നമ്മുടെ നാട് ഒന്നിച്ച് സംഘടിപ്പിക്കുന്ന ഒന്നായിട്ടാണ് ഞങ്ങൾ കണ്ടിരുന്നത്. കാരണം ഇത് നാടിനു വേണ്ടിയുള്ള പരിപാടിയാണ്, ആർക്കും എതിരായുള്ള പരിപാടിയല്ല. അപ്പോൾ ഉദ്ദേശിച്ചിരുന്നത് അതത് മണ്ഡലത്തിലെ MLA സംഘാടന ചുമതല വഹിക്കുക,
ഇവിടെ അധ്യക്ഷത വഹിക്കുന്നത് ഇവിടുത്തെ നിയമസഭാംഗമെന്ന നിലയിലാണ് ബഹുമാനായ റോഷി അഗസ്റ്റിൻ. ഇതാണ് എല്ലാ മണ്ഡലത്തിലും നടക്കുന്നത്. പക്ഷേ UDF ബഹിഷ്കരിച്ചു. എന്തിനാണ് ബഹിഷ്കരിച്ചതെന്ന് ആർക്കും അറിയില്ല. ആ ബഹിഷ്കരണം നടന്നപ്പോൾ കേരളത്തോടുള്ള UDFൻ്റെ വികാരമെന്ത് എന്ന് പലരും ആലോചിച്ചു. നമ്മുടെ നാട്ടിൽ വിവിധങ്ങളായ പരിപാടികൾ LDF സംഘടിപ്പിക്കുമ്പോൾ ആ ഒരു പരിപാടിയുടെയും ഭാഗമായി മാറാൻ UDF തയ്യാറാകേണ്ടതില്ല. കാരണം അത് LDFൻ്റെ പരിപാടിയാണ്, UDFന് ഭാഗമാകാതിരിക്കുക. പക്ഷേ സർക്കാർ സംഘടിപ്പിക്കുമ്പോഴോ സംസ്ഥാനത്തിൻ്റെ പരിപാടിയല്ലേ? സംസ്ഥാനത്ത് സർക്കാർ ഒന്നല്ലേ ഉള്ളൂ. ജനാധിപത്യ രീതി അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നാടിനു വേണ്ടി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ തെറ്റായ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വിമർശിക്കാം. ഒന്നും പറയാനില്ലാതെ ബഹിഷ്കരിക്കുന്നതിന് അർത്ഥം എന്താണ്? എത്ര പരിപാടികൾ ബഹിഷ്കരിച്ചു. ഇതൊരു ഭാഗം. കേന്ദ്ര ഗവൺമെൻറ് നമുക്കെതിരെ കടുത്ത വിവേചനം കാട്ടുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിനെ നേരിട്ട് വിമർശിക്കാൻ പറ്റുന്ന സ്ഥലം ഇന്ത്യൻ പാർലമെൻറ്റാണല്ലോ. നമ്മുടെ ലോക്സഭയിൽ കേരളത്തിൽ 20 MP-മാരാണ്. 18 പേര് UDF-കാരാണ്. കേരളത്തിന് വേണ്ടി ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു UDF MP-യുടെ ശബ്ദം ലോക്സഭയിൽ ഉയരുന്നത് നമ്മൾ ആരെങ്കിലും കേട്ടോ? എന്താണ് അവർക്ക് പ്രയാസം? എന്തുകൊണ്ടാണ് ശബ്ദമുയരാത്തത്? ഇവിടെ കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണനയുടെയും വിവേചനത്തിൻ്റെയും കണക്കുകളാകെ പാർലമെൻറ്റ് അംഗങ്ങളുടെ മുന്നിൽ സംസ്ഥാന സർക്കാർ നിരത്തിവെച്ചു. അവരോട് എന്നിട്ടൊരു കാര്യം ആവശ്യപ്പെട്ടു. നിങ്ങളെല്ലാവരും ഒന്നിച്ച് ധനമന്ത്രിയെ കണ്ട് നിവേദനം നൽകണം, ഈ തെറ്റ് തിരുത്താൻ ആവശ്യപ്പെടുന്നു. എല്ലാവരും സമ്മതിച്ചു. പക്ഷേ നിവേദനത്തിൽ ഒപ്പുവെക്കാൻ പോലും തയ്യാറായില്ല. എന്തുകൊണ്ടാണ് അത്തരമൊരു നിലപാട്? BJP-യുടെ മനസ്സിൽ നേരിയ നീരസം പോലും ഉണ്ടാകരുത് എന്ന നിർബന്ധം എന്തിനാണ് കോൺഗ്രസും UDF-ഉം കൊണ്ടു നടക്കുന്നത്? നമ്മുടെ പാർലമെൻറ്റിൽ ഇതേവരെ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്താതിരുന്ന കോൺഗ്രസിനും UDF-നും ജനങ്ങളുടെ ഈ ഐതിഹാസികമായ ഇടപെടൽ, അതിൻ്റെ ഭാഗമായി അവരിലും മാറ്റമുണ്ടായി. കോൺഗ്രസിൻ്റെ ഒരു പാർലമെൻറ്റ് അംഗം പാർലമെൻറ്റിൽ നോട്ടീസ് നൽകാൻ നിർബന്ധിതനായി. അപ്പോൾ നമ്മുടെ നാട് അവഗണിക്കപ്പെടുന്നതിനെതിരെ ചെറിയ തോതിലെങ്കിലും ശബ്ദമുയർത്താൻ, നോട്ടീസെങ്കിലും നൽകാൻ
കോൺഗ്രസിൻ്റെ MP നിർബന്ധിതമായത് ഈ ഒരു സാഹചര്യത്തിലാണ് എന്ന് നാം കാണണം. ജനങ്ങളുടെ പ്രതികരണത്തിന് നല്ല ഫലം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഞങ്ങളിന്ന് ഇവിടെ നവകേരള സദസ്സിൻ്റെ ഭാഗമായി എത്തിയപ്പോൾ ഇവിടെയുള്ള പ്രശ്നങ്ങൾ ചിലർ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് താല്പര്യം കാണിക്കുകയുണ്ടായി. ഈ പ്രശ്നം കേരള സർക്കാരിന് അന്യമായ പ്രശ്നമല്ല. ഇവിടെ ഞങ്ങളോട് അവരിലൊരു കൂട്ടർ അവരുടേതായ വഴിയിൽ ചോദിച്ച ചോദ്യം ഇവിടെയുള്ള ആളുകൾ കയ്യേറ്റക്കാരാണോ കുടിയേറ്റക്കാരാണോ? ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഇരിക്കുന്നതിന് മുൻപ് തന്നെ അതിനുത്തരം പറഞ്ഞവരാണ്. ചിലപ്പോൾ ഓർമ്മപ്പിശക് കൊണ്ട് ആ ചോദ്യം ചോദിച്ചവർക്ക് അതൊരു മാധ്യമമാണ്, അവർക്ക് പിടികിട്ടിക്കാണില്ല. ഇടുക്കിയുടെ പ്രശ്നങ്ങളുടെ ആകെ അട്ടിപ്പേർ അവകാശം തങ്ങളുടെ കയ്യിലാണ് എന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ നാടിൻ്റെ പ്രശ്നങ്ങളുടെ ഭാഗമായി വിവിധ ഘട്ടങ്ങളിൽ എന്തൊക്കെയായിരുന്നു ഇവിടെ നടന്നത്, ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ ഇവിടെ ഉണ്ടായി എന്നത് ഓർക്കുന്നത് നല്ലതാണ്. കൃത്യമായി നിലപാടെടുത്ത മുന്നണിയാണ് LDF. ആ നിലപാടിൻ്റെ ഭാഗമായി ബഹുജനങ്ങളുടെ മുന്നിൽ LDF ഭൂപ്രശ്നത്തെ എങ്ങനെ കാണുന്നു എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് ഇടുക്കിയിലെ കർഷകരെ കയ്യേറ്റക്കാരായല്ല കുടിയേറ്റക്കാരായാണ് നേരത്തെ മുതൽ കാണുന്നതും അന്ന് സർക്കാർ കാണേണ്ടതുമെന്ന് പറഞ്ഞവരാണ് ഞങ്ങൾ. അന്നത്തെ നടപടികൾ ഏതെല്ലാം തരത്തിൽ വിഷമകരമായ സാഹചര്യം സൃഷ്ടിച്ചിരുന്നു എന്നത് ഓർക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ആ അന്തരീക്ഷത്തിൽ കൃഷിക്കാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നതിനാണ് ഇവിടെ നടപടികളെടുത്തത്. അതിൻ്റെ ഭാഗമായാണ് സർക്കാർ കേരള ഭൂപതിവ് ഭേദഗതി നിയമം നിയമസഭയിൽ ചർച്ച ചെയ്ത് ഏകണ്ഠമായി അംഗീകരിച്ചത്. ആർക്കും അതിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും അതിനോടൊപ്പം നിന്നു. ഞങ്ങളുടെ 2021
തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇത്തരമൊരു കർഷക രക്ഷയ്ക്കുതകുന്ന നടപടി. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ നിയമഭേദഗതി വന്നത്. ഇത് മലയോര ജനതക്കാകെ വലിയ തോതിൽ ആശ്വാസം പകരുന്ന നടപടിയായാണ് മാറിയത്. നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥ കൃഷിക്ക് അതോടൊപ്പം ഗൃഹനിർമ്മാണത്തിന് ഇതിന് ആയിരുന്നു നേരത്തെ വ്യവസ്ഥയുണ്ടായിരുന്നത്. അതോടൊപ്പം സമീപത്തുള്ള ഭൂമിയുടെ ഗുണപരമായ ഉപയോഗത്തിന് ഭൂമി പതിച്ചു നൽകുക, ആ തരത്തിലുള്ള വ്യവസ്ഥയുടെ ഭാഗമായാണ് പലർക്കും ഭൂമി പതിച്ചു നൽകിയത്. എന്ന് പറഞ്ഞാൽ കൃഷിക്കും പിന്നെ വീട് നിർമ്മാണത്തിനും മാത്രം. പക്ഷേ നമ്മുടെ നാട് നല്ല രീതിയിൽ ജനവാസ മേഖലയായി മാറി. അതിൻ്റെ ഭാഗമായി തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ ചിലയിടത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു, ചിലയിടത്ത് ആശുപത്രികൾ വന്നു, ചില സ്ഥലത്ത് കച്ചവട സ്ഥാപനങ്ങളുണ്ടായി. ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടായ നടപടികളാണ്. ഇതിൽ പട്ടയഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വരുന്ന നിയമപരമായ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ വലിയ തോതിൽ അനുഭവിക്കുകയായിരുന്നു. അതാണ് ഗൗരവമായി സർക്കാർ പരിശോധിച്ചത്. അതിൻ്റെ ഭാഗമായി നിയമം ഭേദഗതി ചെയ്യേണ്ടതുണ്ട് എന്ന് ആ പരിശോധനയിലൂടെ വ്യക്തമായി. എന്നാൽ അത്തരമൊരു നടപടി സ്വീകരിക്കുമ്പോൾ പൂർണ്ണമായും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് വിവിധ ഘട്ടങ്ങളിൽ ജനങ്ങളുമായി ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്യാനും സർക്കാർ തയ്യാറായി. ഈ ജില്ലയിലെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഈ പറയുന്ന വ്യവസ്ഥയുടെ ലംഘനങ്ങൾ, എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. നിലവിൽ വ്യവസ്ഥയുണ്ട്, ആ വ്യവസ്ഥയുടെ ലംഘനങ്ങൾ നടന്നിരിക്കുന്നു എന്നാണ് കാണേണ്ടത്. അത് കണ്ടുകൊണ്ട് വേണം അത് ക്രമീകരിക്കാൻ. അപ്പോൾ ആ വ്യവസ്ഥാ ലംഘനങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുക. ഇവിടെ പതിച്ചു കൊടുത്ത ആവശ്യം കൃഷിയും ഭൂമിയും മാത്രം, കൃഷിയും വീടും മാത്രം. അതിനെല്ലാത്ത ആവശ്യത്തിന് ഭൂമി ഉപയോഗിച്ചുവെങ്കിൽ ആ കൈവശക്കാരന് അതിന് അനുവാദം നൽകുക, അതിനുള്ള അധികാരം സർക്കാരിൽ നിക്ഷിപ്തമാക്കുകയാണ് ഈ ഭേദഗതി നിയമത്തിലൂടെ ചെയ്തിട്ടുള്ളത്. അത് കൃഷിക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നടപടിയാണ്.
നേരത്തെ സർക്കാരിന് പോലും ആ കാര്യത്തിൽ ഇടപെട്ട് തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നില്ല. അതോടൊപ്പം ഈ ഭൂമി ക്രമീകരിച്ച് നൽകുന്നതിനുള്ള ചട്ടങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ട്. അത് സർക്കാരിൻ്റെ ഗൗരവമായ പരിഗണനയിലാണ്. ഇവിടെ വാണിജ്യാവശ്യങ്ങൾ, പൊതു ആവശ്യങ്ങൾ, ഈ രണ്ടും വെവ്വേറെ വെവ്വേറെ തന്നെ കാണുന്ന നില തന്നെയാണ് ഉണ്ടാവുക. അതോടൊപ്പം ടൂറിസം നമ്മുടെ സംസ്ഥാനത്ത് പ്രധാനമായ ഒരു മേഖലയാണ്. ഇപ്പോൾ ടൂറിസത്തിൻ്റെ ഭാഗമായി പ്രധാന വരുമാന സ്രോതസ്സായി നിൽക്കുന്ന മേഖലകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകാനും ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ഈ പ്രദേശം സമനിരപ്പായുള്ളതല്ല, പലയിടത്തും ചെരിഞ്ഞ മേഖലകളാണ്. ആ ചെരിഞ്ഞ മേഖലകളിലെ നിർമ്മാണം, അവിടെയുള്ള പ്രവർത്തനങ്ങൾ, അതിനായി പ്രത്യേക ചട്ടം കൊണ്ടുവരുന്ന കാര്യവും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ കൃഷിക്കായി പതിച്ചു നൽകിയ ഭൂമി പരിവർത്തനം ചെയ്ത് ഉപയോഗിക്കുന്നതിന് ചട്ടങ്ങളും ഭേദഗതികളുമുണ്ട്. അത്തരത്തിലുള്ള ചട്ടങ്ങളും നിർദ്ദേശങ്ങളും പരിശോധിച്ചുകൊണ്ട് തന്നെ കാലാനുസൃതമായ ചട്ടങ്ങൾക്ക് ഇവിടെ രൂപം നൽകാനാണ് തയ്യാറാവുക. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ വ്യക്തമാക്കുകയാണ്: സാധാരണ ജനങ്ങൾക്ക് യാതൊരു ഭാരവും ബാധ്യതയും ഉണ്ടാകാത്ത രീതിയിലാണ് പുതിയ മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും നിശ്ചയിക്കുന്ന ചട്ടങ്ങൾ നിലവിൽ വരാൻ പോകുന്നത്. പക്ഷേ ഇതിൽ നാം കാണേണ്ടത്, ഈ നിയമം പാസ്സായെങ്കിലും നിയമമായി കഴിഞ്ഞില്ല. അത് വിശദമായി ഗവർണർ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗവർണറുടെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ഘട്ടം കൂടിയാണിത്. ഇവിടെ പുതിയ ചട്ടം അങ്ങേയറ്റം ലളിതമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് ആ നിയമം അംഗീകരിച്ചു കഴിഞ്ഞ ഉടനെ നമ്മുടെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുമായും രാഷ്ട്രീയ പാർട്ടികളുമായും നേരത്തെ നടത്തിയതുപോലെ തന്നെ ചർച്ച നടത്തുകയും അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയും ചെയ്യും എന്നുകൂടി ഇതിൻ്റെ ഭാഗമായി അറിയിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നവകേരള സദസ്സിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള ജനപങ്കാളിത്തമാണ് എല്ലായിടങ്ങളിലും ഉണ്ടാകുന്നത്. ഇടുക്കിയും അതിൽ ഒരു കുറവും വരുത്തിയില്ല എന്നാണ് ഞങ്ങളിവിടെ കാണുന്നത്. ഈ മഹാജനസംഗമം ഓരോ സ്ഥലത്തും 10,000-ങ്ങളാണ് പങ്കെടുക്കുന്നത്. അവർ സർക്കാരിന് കൂടുതൽ കരുത്ത് പകരുകയാണ്, ഒരു സന്ദേശം സർക്കാർ നൽകുകയാണ്: നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ, ഞങ്ങൾ കൂടെയുണ്ട് എന്നാണ്. അതിന് നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. വ്യത്യസ്ത മേഖലകളിൽ വൈവിധ്യം തെളിയിച്ച 2 പെൺകുട്ടികളെ ഏറ്റവും ബഹുമാനായ മുഖ്യമന്ത്രി ഇപ്പോൾ ആദരിക്കുകയാണ്. കുമാരി ദേവനന്ദ രതീഷ് വ്യത്യസ്ത മേഖലകളിൽ അസാധാരണമായ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന വനിതാ ശിശു വികസന വകുപ്പ് ഏർപ്പെടുത്തിയ ഉജ്ജ്വല ബാല്യം എന്ന പുരസ്കാരം നേടിയ കട്ടപ്പന സ്വദേശിനി ദേവനന്ദ രതീഷാണ്
കുമാരി ദേവനന്ദ രതീഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇൻസ്റ്റഗ്രാം, റീൽസ്, ടിക്ടോക്ക് എന്നിവയിലൂടെ ശ്രദ്ധേയയായ ദേവനന്ദ ഇപ്പോൾ 6 സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും ബഹുമാനായ മുഖ്യമന്ത്രിയിൽ നിന്നും ദേവനന്ദ ഇപ്പോൾ ആദരവേറ്റുവാങ്ങും. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ 1.5 വയസ്സുകാരി, എന്ത് കാണിച്ചാലും എന്ത് കേട്ടാലും അത് ഓർമ്മയിൽ നിന്ന് വേഗത്തിൽ പറയുന്ന 1.5 വയസ്സുകാരിയുണ്ട് ഇവിടെ. അഥർവ അജിത്ത് എന്നാണ് കുട്ടിയുടെ പേര്. UK കേന്ദ്രമായിട്ടുള്ള റെക്കോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓണററി ഡോക്ടറേറ്റ് നൽകി കൂടി ആദരിക്കുകയാണ്. ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ പേര്. എന്ത് കണ്ടാലും അത് ഓർത്തിരിക്കുകയും വേഗത്തിൽ പറയുകയും ചെയ്യുന്ന ഓർമ്മശക്തിയുടെ പുരസ്കാരം നേടിയ അഥർവ അജിത്തിനെ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ഇപ്പോൾ സ്നേഹപൂർവ്വം ആദരിച്ച് സ്വീകരിക്കുന്നു. നവകേരള സദസ്സിന് വിരാമമാവുകയാണ്. നന്ദി രേഖപ്പെടുത്തുന്നതിനായി നവകേരള സദസ്സിന്റെ കൺവീനർ, ഇടുക്കി ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ BDO ശ്രീ മുഹമ്മദ് സബീനെ ക്ഷണിക്കും. 1.5 വയസ്സുകാരിയെ ബഹുമാനായ മുഖ്യമന്ത്രി സ്നേഹപൂർവ്വം ആശ്ലേഷിച്ചിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു. നന്ദി പറയുന്നതിനായി BDOയെ ക്ഷണിക്കും. ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ, ഈ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിച്ച ബഹുമാന്യ കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റൻ സർ, സംസ്ഥാന മന്ത്രിസഭയിലെ മറ്റ്